കഥ തുടരുന്നു. സ്റ്റഡി ലീവ്, പരീക്ഷ. പിന്നീട് ദ്രൗപദി പാഠപുസ്തകങ്ങളുടെ നടുവിലായിരുന്നു. എംഎക്ക് നല്ലൊരു റിസൾട്ട്. റാങ്ക് ദ്രൗപദിക്ക് തന്നെ എന്ന് അധ്യാപകർ കരുതുന്നു. അപ്പോൾ പിന്നെ മോശമാകാൻ പറ്റുമോ? വിവാഹത്തെക്കുറിച്ചും വിജയമോഹനെക്കുറിച്ചും ഒന്നും പിന്നെ ഓർത്തതേയില്ല. മഹേന്ദ്രൻ വന്നിരിക്കുന്നു എന്ന് യമുന അപ്പച്ചി പറഞ്ഞപ്പോൾ ഈ വരവ് എന്തിനായിരിക്കുമെന്ന് ഉടൻ ഊഹിച്ചു. ദ്രൗപദി എന്നെ ഒന്ന് സഹായിക്കണം. നോട്ട്സും പുസ്തകങ്ങളും ഒന്ന് തരണം. ഒരാഴ്ചക്കകം തിരിച്ചു തരാം. യൂണിയൻ പ്രവർത്തനങ്ങളുമായി നടന്നതു കാരണം ഒന്നും പഠിച്ചില്ല. പുസ്തകങ്ങൾ ഏതെന്ന് കൂടി അറിയില്ല. ഒരു മിനിമം പാസ്സെങ്കിലും സംഘടിപ്പിക്കണ്ടേ? മഹേന്ദ്രൻ പറയാൻ പോകുന്ന വാചകങ്ങൾ ഓർത്ത് ദ്രൗപദിക്ക് ചിരി വന്നു. ഉമ്മറത്തെത്തുമ്പോൾ കസേരയിൽ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിരിക്കുന്നു മഹേന്ദ്രൻ. അതിനിടയ്ക്ക് ചായ സംഘടിപ്പിച്ചോ? തനിക്ക് സ്നേഹമില്ലെങ്കിലും അപ്പച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്. താൻ പുസ്തകങ്ങളുടെ നടുവിൽ തപസ്സാണെന്ന് യമുന അപ്പച്ചി പറഞ്ഞു. പിന്നെ മഹേന്ദ്രനെ പോലെ കൈയും വീശി നടന്നാൽ മതിയോ? പഠിക്കാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന വിദ്യ എനിക്ക് വശമില്ല. ആട്ടെ, ഈ വരവിൻ്റെ ഉദ്ദേശ്യം? നോട്ട്സ്, പുസ്തകങ്ങൾ ഒന്നും വേണ്ട. ഇക്കുറി നോട്ട്സും പുസ്തകങ്ങളും ഒന്നും ആവശ്യമില്ല. എംഎക്ക് ഉയർന്ന മാർക്ക് വാങ്ങി കോളേജിൽ അധ്യാപകനാകാനൊന്നും മോഹമില്ല. ജനപദത്തിൻ്റെ പത്രാധിപ സമിതിയിൽ കയറിക്കൂടാനുള്ള ശ്രമത്തിലാണ്. അതു പറയൂ. എന്നിട്ടാണ് ഈ പ്രസംഗം. അപ്പോൾ ഭാവിയിൽ താങ്കൾ പത്രാധിപരാകുന്നു. ഇഷ്ടപ്പെട്ട പണിക്ക് പോകുന്നു. അതെ ദ്രൗപദി, ജേർണലിസം എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. ജനപദം എനിക്ക് വാക്കു തന്നിരിക്കുന്നു. ഓ, അഭിനന്ദനങ്ങൾ. അപ്പോൾ പിന്നെ എല്ലാ ലക്കത്തിലും എൻ്റെ കഥകൾ എന്താ? അല്ലെങ്കിലും അതിനി എൻ്റെ സഹായം ദ്രൗപദിക്ക് ആവശ്യമില്ല. എല്ലാ പത്രക്കാരും ഇപ്പോൾ കഥ ആവശ്യപ്പെടുന്നില്ലേ? ഇങ്ങനെ ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് ജന അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി വഴി ക്ലിയർ. ഞാനിപ്പോൾ വന്നതെന്തിനാണെന്നോ? ദ്രൗപദിയുടെ ഒരു കഥാസമാഹാരം ഇറക്കാൻ സന്ദേശം പബ്ലിക്കേഷൻസിന് മോഹം. സ്ട്രോങ് പാർട്ടിയാണ്. നല്ല പ്രതിഫലം കൃത്യമായി തരും. പുസ്തകം ഒന്നാന്തരമായി പുറത്തിറക്കും. എന്തു പറയുന്നു? സന്തോഷം കൊണ്ട് മിണ്ടാൻ വയ്യാതായി ദ്രൗപദിക്ക്. വാക്കുകൾ കിട്ടണ്ടേ? പിന്നെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനും അവർ മുൻകൈയെടുക്കും. നമ്മളൊന്നും അറിയണ്ട. ദ്രൗപദിയുടെ ഈയിടെ വന്ന കഥകളുണ്ടല്ലോ, ഉഗ്രൻ അഭിപ്രായമാണ് അവയെപ്പറ്റി. ഏതെങ്കിലും VVIPയെ കൊണ്ട് ടൗൺ ഹാളിൽ വെച്ച് ഉദ്ഘാടനം. സാഹിത്യ തറവാട്ടിലെ കാരണവരെ കൊണ്ട് അവതാരിക. മഹേന്ദ്രൻ, ഞാനെന്തു പറയാനാണ്? നിങ്ങൾ എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നന്ദി നന്ദി. വലിയ കാര്യങ്ങളോ? കഥ എഴുതുക എന്നതിനോളം വലിയ കാര്യങ്ങളല്ല. ഏതായാലും അച്ഛനെവിടെ? കിടക്കുകയാണ്. ഇപ്പോൾ കിടന്നതേയുള്ളൂ. ഇനി കുറച്ച് സമയം ഉറങ്ങും. അച്ഛനോട് പറഞ്ഞാൽ മതി. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ അവർ വരും. കൃതജ്ഞത വഴിയുന്ന കണ്ണുകളോടെ അവൾ മഹേന്ദ്രനെ നോക്കി നിന്നു. എത്ര നല്ലവനാണ് ഈ ചെറുപ്പക്കാരൻ! എത്ര സമർത്ഥനാണ് ഈ ചെറുപ്പക്കാരൻ! പുസ്തകം ഇറങ്ങട്ടെ. ഉഗ്രൻ പബ്ലിസിറ്റി ആവും കിട്ടുക. പിന്നെ അവാർഡ്, പുസ്തകങ്ങൾ. എല്ലാവരും ദ്രൗപദിയുടെ പിറകെ. ഒന്നും മതിയാക്കേണ്ട മഹേന്ദ്ര. മലർപ്പൊടിക്കാരൻ്റെ കഥ അറിയാമല്ലോ. മലർപ്പൊടിക്കാരൻ്റെ കഥയിലിത്. യു ഡിസർവ് ഇറ്റ്. യു ആർ റിയലി ഗിഫ്റ്റഡ്. ദേവദത്തൻ ഈയിടെ തൻ്റെ കഥയെക്കുറിച്ച് ഉഗ്രമായി കാച്ചിയെന്ന് കേട്ടു. സത്യം? സത്യം. ഞാൻ പോട്ടെ. പുസ്തകമൊന്നും വേണ്ടേ? പരീക്ഷ എടുത്തു. വേണ്ട, വായിക്കാനൊന്നും ഇനി സമയമില്ല. മഹേന്ദ്രൻ പോയി. റിസൾട്ട് വന്നപ്പോൾ ദ്രൗപദിക്ക് 1ാം റാങ്ക് തന്നെ. ഉഗ്രൻ പാർട്ടി തരണം, അല്ലാതെ പറ്റില്ല. മഹേന്ദ്രൻ ഉത്സാഹത്തോടെ പറഞ്ഞു. തരാമല്ലോ, എന്ത് വേണമെങ്കിലും തരാം. അച്ഛന് നിറഞ്ഞ ആഹ്ലാദം. കൊച്ചുകുട്ടിയെപ്പോലെ അച്ഛൻ ആഹ്ലാദം കാട്ടുമ്പോൾ ദ്രൗപദിക്ക് ഭയം തോന്നാതിരുന്നില്ല. രാത്രിയിലെങ്ങാനും അസുഖം വർദ്ധിക്കുമോ എന്ന ആശങ്ക. മഹേന്ദ്രൻ്റെ റിസൾട്ട്? അച്ഛൻ ചോദിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അത്ഭുതം. വലിയ മാർക്കൊന്നും കാണില്ല, എന്നാലും ധാരാളം. മഹേന്ദ്രൻ്റെ മറുപടി കേട്ട് അച്ഛൻ ചിരിച്ചു. യമുന അപ്പച്ചി മധുരം വിളമ്പി. പായസം. ഇന്ന് ദ്രൗപദിയുടെ പിറന്നാളാണ്. കഥകാരി 100 വർഷം കൂടി ജീവിച്ചിരിക്കട്ടെ. മഹേന്ദ്രൻ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അങ്ങനെയൊന്നും ശപിച്ചു കളയരുതേ. എല്ലാവരും ചിരിച്ചു. എല്ലാവർക്കും സന്തോഷം. റാങ്കൊന്നുമല്ല പ്രധാനം, ഉദ്യോഗം കിട്ടുക എന്നതാണ്, ദ്രൗപദി പറഞ്ഞു. എന്തായാലും റാങ്കുകാരി ഭയപ്പെടണ്ട. തീർച്ചയായും ഉദ്യോഗം കിട്ടും. മഹേന്ദ്രന് ഉറച്ച വിശ്വാസം. കറുത്ത പശ്ചാത്തലത്തിൽ വെളുത്ത വലിയ അക്ഷരങ്ങൾ. സൂര്യകാന്തി പൂക്കൾ. അതിന് താഴെ കഥാകാരിയുടെ പേര് ദ്രൗപദി. അതും വെളുത്ത അക്ഷരങ്ങളിൽ. ദ്രൗപദിക്ക് പുസ്തകം ഇഷ്ടമായി. ഒന്നാന്തരം അച്ചടി. അക്ഷരത്തെറ്റും കുറവാണെന്ന് തോന്നുന്നു. പുസ്തകം മറിച്ചു നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു. അടുത്ത ആഴ്ചയിലായിരിക്കും പ്രകാശനം എന്ന് മഹേന്ദ്രൻ പറഞ്ഞു. കോളേജിൽ പോയി മടങ്ങി വന്നതായിരുന്നു ദ്രൗപദി. വഴിയിൽ വെച്ച് മഹേന്ദ്രനെ കണ്ടു. പുസ്തകത്തിൻ്റെ അച്ചടി കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് സൂര്യകാന്തി പൂക്കളുടെ കോപ്പി അവളെ ഏൽപ്പിച്ചതാണ്. എന്തൊരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ! എന്തിനയാൾ ഇങ്ങനെ ഓടി നടന്നതൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്, അച്ഛൻ പറഞ്ഞു. ദ്രൗപദിയും അവ തന്നെ ആലോചിക്കുകയായിരുന്നു. ദ്രൗപദിക്ക് വേണ്ടി എന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ? ദ്രൗപദി അയാളുടെ ആരുമല്ലല്ലോ. ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. പുസ്തക പ്രകാശനത്തിനോടൊപ്പം ഒരു കഥയരങ്ങും സംഘടിപ്പിച്ചിരുന്നു. പ്രശസ്തരായ കഥാകൃത്തുക്കളെയൊക്കെ ക്ഷണിച്ചിരുന്നു. ദേവദത്തനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പ്രകാശനം ചെയ്യാൻ അയാൾ മതിയോ എന്ന് മഹേന്ദ്രൻ ചോദിച്ചപ്പോൾ ദ്രൗപദിക്ക് അത്ഭുതമായിരുന്നു. അദ്ദേഹം വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ സന്ദേശക്കാർ ഏർപ്പാട് ചെയ്തുകൊള്ളും. ദ്രൗപദി ഒന്നും അറിയണ്ട എന്ന് മറുപടി തന്നിട്ട് ഇത്രയും കൂടി പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കുക, ദ്രൗപദി ഇപ്പോൾ ഒട്ടും മോശക്കാരിയല്ല.
ദേവദത്തനെ പോലെയും കൃഷ്ണനുണ്ണിയെ പോലെയൊക്കെ ജനപ്രീതി നേടിയ കഥാകാരിയാണ്. സ്വന്തം വലിപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കിയേ മതിയാകൂ. ദേവദത്തൻ സൂര്യകാന്തി പൂക്കൾ പ്രകാശനം ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട്. അസാമാന്യമായ പ്രതിഭയുള്ളവളാണ് എഴുത്തുകാരി എന്നതിൽ സംശയമില്ല. ആദ്യ സമാഹാരമായ സൂര്യകാന്തി പൂക്കൾ തന്നെ അതിനുദാഹരണമാണ്. ആദ്യമൊന്നും ഞാൻ ഈ കഥാകാരിയെ ശ്രദ്ധിച്ചിരുന്നല്ല എന്നത് സമ്മതിക്കുന്നു. അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത്. ദ്രൗപദി കോരിത്തരിച്ചിരിക്കുകയായിരുന്നു. ടൗൺ ഹാൾ നിറച്ചും ജനം ക്ഷണിക്കപ്പെട്ടവരും അല്ലാത്തവരും. കഥയരങ്ങിൽ വെച്ചും ദേവദത്തൻ ദ്രൗപദിയെ പ്രശംസിക്കുകയുണ്ടായി. കഥ പറയാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. നാം സ്വയം കഥ പറയുകയും കവിത പാടുകയും ചെയ്യുമ്പോഴേ ശരിക്കും അത് അനുവാചകൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. അങ്ങനെ ഉപദേശിച്ച ആൾ തന്നെ പിന്നീട് ഒന്നും ഓർക്കരുത്. 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്നത്ര ദൂരത്തുള്ള കോളേജിൽ അധ്യാപികയായി നിയമനം. പുതിയ സ്ഥലം, ചുറ്റുപാട്, പുതിയ അനുഭവങ്ങൾ. ദ്രൗപദിക്ക് സന്തോഷമായിരുന്നു. നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ അച്ഛൻ ആഹ്ലാദം. മോളെ, ഉത്തരവാദിത്തമേറെയുള്ളൊരു പദവി നിന്റെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഭംഗിയായി ഗൗരവത്തോടെ നിർവഹിക്കുക. അതാണിനി നിന്റെ കടമ. യമുന അപ്പച്ചിക്ക് ദുഃഖം ദ്രൗപദി പോകുന്നതിൽ. എപ്പോഴൊന്ന് ഇനി കാണുക? വല്ലപ്പോഴുമല്ലേ കാണാൻ പറ്റൂ. അവൾ പോയാൽ പിന്നെ ഏക. സ്വന്തമായൊരു ജീവിതം കൈപ്പിടിയിൽ നിന്നും ഉയർന്നു പോയപ്പോഴും ആശ്വാസം നൽകിയത് അവൾ. ഏട്ടത്തിയമ്മയുടെ കയ്യിൽ നിന്ന് അവളെ ഏറ്റുവാങ്ങുമ്പോൾ കണ്ണടയും വരെ ഒപ്പം വേണമെന്ന് വെറുതെ മോഹിച്ചു. ദ്രൗപദിക്ക് ദുഃഖം. എല്ലാ ചുമതലയും ഇനി യമുന അപ്പച്ചിക്ക്. രോഗിയായ അച്ഛൻ, വീട്ടുകാര്യങ്ങൾ. വല്ലപ്പോഴും വന്നു പോകാനല്ലേ ഇനി പറ്റൂ. അച്ഛൻ ദേഷ്യപ്പെട്ടു. കടൽ കടന്നു പോകുന്നില്ലല്ലോ. 4-5 മണിക്കൂർ നേരെ യാത്ര, അത്ര തന്നെ. അവിടെ നിനക്ക് സുഖമായിരിക്കും. നല്ല സ്ഥലം, നല്ല കോളേജ്, നല്ല ഹോസ്റ്റൽ. ദ്രൗപദി യാത്രയ്ക്കൊരുങ്ങി. യമുന അപ്പച്ചി എയർ ബാഗിൽ കാച്ചിയ എണ്ണ, പലഹാരങ്ങൾ, അച്ചാറുകൾ ഒക്കെ കുത്തി നിറച്ചു വെച്ചു. പുറപ്പെടുന്ന ദിവസം മഹേന്ദ്രൻ എത്തി. നന്ദിനി വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കണ്ടില്ല. മഹേന്ദ്രൻ പറഞ്ഞു, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ പലരും ഇപ്പോൾ അവിടെയാണ്. മാത്യു സാർ, സ്ഥലം മാറ്റമായിട്ട് 2 മാസം. BAക്ക് പഠിപ്പിച്ച ലീലാമണി ടീച്ചർ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും 3-4 പേർ ഇവിടത്തുകാരുണ്ട്. ദ്രൗപദിക്ക് ഇനി ഒന്നാന്തരം കഥകൾ എഴുതാൻ പറ്റും. അത്ര സുന്ദരമായ പ്രദേശം, കുന്നും പുഴയും. കോളേജ് ഒരു കുന്നിൻപുറത്താണ്. വൈകുന്നേരം കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ സൂര്യാസ്തമയം കാണാം. കന്യാകുമാരിയിലെ അസ്തമയം പോലും ഇത്ര സുന്ദരമല്ല. ദ്രൗപദി അവിടെ വെച്ച് എഴുതാൻ പോകുന്ന കഥയ്ക്കാവും അവാർഡ് കിട്ടുക, ഞാൻ പ്രവചിക്കുന്നു. ബസ് സ്റ്റാൻഡ് വരെ മഹേന്ദ്രനൊപ്പം ചെന്നു. അയാൾ ദ്രൗപദിയെ ബസ് കയറ്റി വിട്ടിട്ടാണ് പോയത്. അയാൾ കണ്ടക്ടറോട് ചോദിച്ചു, അവിടെ എത്താൻ എത്ര സമയം വേണ്ടിവരും? അയാൾ പറഞ്ഞു, 5 മണിക്കൂർ. സമയം കണക്കാക്കി നോക്കി. അവൾ സ്വയം പറഞ്ഞു, ഉച്ചയോടെ എത്തും. യാത്ര സുഖമായിരുന്നു. ബസ് ഓടിക്കൊണ്ടിരുന്നു. കാപ്പി കുടിക്കാനും ഊണ് കഴിക്കാനും മാത്രം എവിടെയോ നിർത്തി. അവൾ കാപ്പി കുടിച്ചില്ല, ഉണ്ടില്ല. ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ മണി 2. സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് എത്തിയത് ഓട്ടോറിക്ഷകളുടെ നീണ്ട നിരയ്ക്ക് മുന്നിൽ. ആദ്യത്തെ ഓട്ടോറിക്ഷയിൽ കയറി. കോളേജിൻ്റെ പേര് പറഞ്ഞ് അറിയാമോ എന്ന് തിരക്കി. അറിയാം. 1/2 മണിക്കൂർ യാത്ര വേണ്ടിവരും. മര്യാദക്കാരനായ ഡ്രൈവർ. 18-20 വയസ്സിലധികം പ്രായമുണ്ടാവില്ല. ടൗണിൻ്റെ തിരക്ക് കണ്ടു. വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ജനങ്ങളും. നിറഞ്ഞ വീതിയേറിയ നിരത്തുകൾ. പിന്നെ ശാന്തമായ ടാറിടാത്ത റോഡിലൂടെ യാത്ര. ഇരുവശത്തും പച്ച നിറമുള്ള വയലുകൾ. ഈ സ്ഥലത്ത് ആദ്യമായിട്ടാ? ഓട്ടോ ഓടിക്കുന്ന പയ്യൻ ചോദിച്ചു. അതെ. എവിടെ നാട്? അവൾ നാടിൻ്റെ പേര് പറഞ്ഞു. ആ കോളേജിലെ ഒരുപാട് മാഷ്മാരെ ഞാൻ അറിയും. അധികം പേരും ടൗണിലെ താമസം. ഓട്ടോ ഡ്രൈവർ ധാരാളം സംസാരിച്ചു. അതുകൊണ്ട് മുഷിഞ്ഞില്ല. ദൂരെ വലിയൊരു കുന്നിൻ മുകളിൽ കോളേജ് കണ്ടു. ഇനിയും കുറേ പോയാലേ അവിടെ എത്തൂ. റബ്ബർ മരങ്ങൾ ഇരുവശവും വനം പോലെയാക്കിയ വഴിയിലൂടെ ആയി പിന്നത്തെ യാത്ര. നട്ടുച്ചയ്ക്ക് വെളിച്ചത്തിൻ്റെ തുള്ളി കടന്നു വരാത്ത ഇരുൾ നിറഞ്ഞ വഴി. ഈ വഴിയാണോ കുട്ടികൾ വരിക? പേടിയാവില്ലേ? എന്തിന്? ഒന്നും പേടിക്കാനില്ല. മുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിലൂടെ മുരണ്ടു കയറി ഓട്ടോറിക്ഷ അവസാനം കോളേജിലെത്തി. വലിയ കോളേജ്, ഉഗ്രം കെട്ടിടങ്ങൾ, തണൽ വിടർത്തി നിൽക്കുന്ന വാഗമരങ്ങൾ, രാജമല്ലികൾ, അവയ്ക്ക് കീഴിൽ മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളും കൊണ്ട് തീർത്ത പൂക്കളങ്ങൾ. വരാന്തയിൽ ദ്രൗപദി പെട്ടിയും കിടക്കയും ഇറക്കി വെച്ചു. ഓട്ടോറിക്ഷ തിരിച്ചുപോയി. നിയമന ഉത്തരവ് വായിച്ചു നോക്കിയിട്ട് ശാന്തനും ഗംഭീരനുമായ പ്രിൻസിപ്പാൾ അവളെ തലയുയർത്തി നോക്കി ചോദിച്ചു, ദ്രൗപദി? അതെ. ആളിനെ പോലെ ഗംഭീരമായ ശബ്ദവും. അവൾ അതാണ് ഓർത്തത്. എങ്ങനെ എത്തി? ബസ്സിലോ ട്രെയിനിലോ? ബസ്സിൽ. ടൗണിൽ നിന്നൊരു ഓട്ടോ കിട്ടി. ഈ സമയത്തൊരു ട്രെയിനുണ്ടായിരുന്നു. യാത്ര കുറച്ചുകൂടി സുഖമാകുമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. താമസം കോളേജ് ഹോസ്റ്റലിലല്ലേ? ആകാമെന്ന് വിചാരിക്കുന്നു. ടൗണിൽ YWCA ഉണ്ട്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. 1/2 മണിക്കൂർ നേരം യാത്ര വേണ്ടിവരും. വേണ്ട സാർ, എനിക്ക് കോളേജ് ഹോസ്റ്റൽ മതി. സൗകര്യങ്ങൾ കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. ടൗണിലാകുമ്പോൾ കുറച്ചുകൂടി. എനിക്ക് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ മതി സാർ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ലീലാമണി ടീച്ചറാണ് വാർഡൻ, അറിയില്ലേ? നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഈയിടെ ട്രാൻസ്ഫറായി വന്നിട്ടേ ഉള്ളൂ. അറിയാം. പ്യൂണിനെ ബെല്ലടിച്ച് വരുത്തി പ്രിൻസിപ്പാൾ പറഞ്ഞു. ടീച്ചറിനെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് വരൂ.
മലയാളം വിഭാഗം എന്ന ബോർഡ് അകലെ നിന്നേ കണ്ടു. അകത്ത് കടന്നപ്പോൾ മുറി ഇഷ്ടമായി. വിശാലമായ മുറി, വൃത്തിയും വെടുപ്പുമുള്ള മുറി. ചുവന്ന വിരിയിട്ട മേശകൾ, ജനാലകളിൽ ഇളം റോസ് നിറത്തിലുള്ള നേർത്ത ജനാല വിരികൾ. തടിച്ച ഫ്രെയിമുള്ള കണ്ണട ധരിച്ച ഒരാൾ മാത്രമേ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരിക്കുമെന്ന് തോന്നി. പ്യൂൺ മെല്ലെ പറഞ്ഞു, അരവിന്ദാക്ഷൻ മാഷ്, പ്രൊഫസർ. ദ്രൗപദി കൈകൂപ്പി സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ദ്രൗപദി, ഇന്ന് ജോയിൻ ചെയ്തു. ഓ ദ്രൗപദി, എപ്പോൾ എത്തി? വരുന്നതെന്ന് നേരത്തെ അറിഞ്ഞു. ലീലാമണി ടീച്ചർ കാത്തിരിക്കുകയാണ്. അറിയില്ലേ ടീച്ചറിനെ? ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തി. അറിയാം, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കൂ. ദ്രൗപദി ഇരുന്നു. നിങ്ങളുടെ നാട്ടുകാരൻ മാത്യു സാറും ഉണ്ട്. ദ്രൗപദിയെ പറ്റി അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹവും പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഉവ്വ്. ദ്രൗപദി ടീച്ചറിൻ്റെ കഥ കാണുമ്പോഴൊക്കെ മാത്യു സാറും ലീലാമണി ടീച്ചറും കൂടി പറയും. അങ്ങനെ പറഞ്ഞു നന്നായി അറിയാം. കണ്ടിട്ടില്ലെന്നേയുള്ളൂ. അവൾ പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ക്ലാസ്സിൽ പോയിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ എത്തും. ഇവിടെ ക്ലാസ്സുകൾ നന്നായി നടക്കും. സമരങ്ങൾ പൊതുവെ കുറവാണ്. അല്പം കഴിഞ്ഞപ്പോൾ ബെല്ലടിക്കുന്നത് കേട്ടു. ക്ലാസ്സിൽ പോയിരുന്നവർ എത്തി. ആരെയും അറിയില്ല. അവസാനമാണ് മാത്യു സാറും ലീലാമണി ടീച്ചറും എത്തിയത്. മാത്യു സാർ അവളെ കണ്ട് അമിതമായ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അറിയില്ലേ, പ്രസിദ്ധ കഥാകാരി ദ്രൗപദി. തന്നെ കാണാൻ ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ലീലാമണി ടീച്ചർ പറഞ്ഞു. ഓരോരുത്തരായി പരിചയപ്പെട്ടു. ലതിക, സരള, ഹരിദാസ്, ഗോപകുമാർ, സുധാകരൻ. ദ്രൗപദിക്ക് പുതിയ അന്തരീക്ഷം ഇഷ്ടമായി. ആൾക്കാരെയും അവിടവുമായി പെട്ടെന്നിണങ്ങാൻ പറ്റുമെന്ന് തോന്നി. ഇതാ ദ്രൗപദിയുടെ ടൈം ടേബിൾ. ഒരു വെള്ള കടലാസ് കഷ്ണത്തിൽ ക്ലാസ്സുകൾ കുറിച്ച് ദ്രൗപദിക്ക് നീട്ടി അരവിന്ദ മാഷ് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക. നാളെ മുതൽ ക്ലാസ്സിൽ പോയാൽ മതി. അരവിന്ദൻ മാഷ് പുറത്തേക്ക് പോയപ്പോൾ ലീലാമണി ടീച്ചർ പറഞ്ഞു, വലിയ ചിട്ടയാണ്. എല്ലാവരും കൃത്യമായി ക്ലാസ്സിൽ പോകണം. മാഷിന് നിർബന്ധം. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വക ചില്ലറ ഉരസലുകൾ ചിലപ്പോൾ ഉണ്ടാകും. ദ്രൗപദി അത് കേട്ട് പുഞ്ചിരിച്ചു. പെട്ടെന്ന് ലീലാമണി ടീച്ചർ ചോദിച്ചു, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ദ്രൗപദി ഊണ് കഴിച്ചോ? ഇല്ല, ബസ്സിറങ്ങി നേരെ ഇങ്ങോട്ട് പോന്നു. പെട്ടിയും കിടക്കയും പ്രിൻസിപ്പാളിൻ്റെ മുറിയിലിരിക്കുകയാണ്. സാരമില്ല, ഒക്കെ എടുപ്പിക്കാം. അതിനു മുമ്പ് വല്ലതും കഴിക്കാൻ വഴി നോക്കാം. ക്യാൻറ്റീനിൽ പോയി ഒരു ശ്രമം നടത്താം. വരൂ. അവളെ കൂട്ടി മുറ്റത്തിറങ്ങി വേഗം നടന്നു. കുട്ടികൾ ചിലർ ദ്രൗപദിയെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ അങ്ങുമിങ്ങും നിന്ന് കൗതുകത്തോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ലീലാമണി ടീച്ചർ പറഞ്ഞു, അവർ പുതിയ ടീച്ചറെ കാണുകയാണ്. മാസികകളിലും വാരികകളിലും കഥ എഴുതുന്ന ദ്രൗപദിയാണെന്ന് അറിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഒരു പെൺകുട്ടി അതിവേഗം ദ്രൗപദിയുടെ അരികിലെത്തി ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ദ്രൗപദി ടീച്ചറല്ലേ? അതെ. ദ്രൗപദിക്ക് രസം തോന്നി. ഞാൻ ടീച്ചറിൻ്റെ ഒരു ആരാധികയാണ്. ടീച്ചറിൻ്റെ എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാ കഥകളും എനിക്കിഷ്ടമാണ്. എന്താണ് കുട്ടിയുടെ പേര്? മഞ്ജുള. അവൾ പോയി കഴിഞ്ഞപ്പോൾ ലീലാമണി ടീച്ചർ ചിരിച്ചു പോയി. അവൾ വന്ന് ദ്രൗപദിയെ പരിചയപ്പെട്ട് കളഞ്ഞല്ലോ. മിടുക്കി. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായി. ഏതാണ് ആ കുട്ടി? ഹോസ്റ്റലിലാണ് താമസം. പ്രീ ഡിഗ്രി മുതൽ. ഇപ്പോൾ ഫൈനൽ BA ആണ്. അച്ഛനും അമ്മയും ഇംഗ്ലണ്ടിൽ. ഒരിക്കലും അവർ ഇങ്ങോട്ട് വരാറില്ല. ഇവൾ അങ്ങോട്ടും പോകാറില്ല. പണം കൃത്യമായി വരും. വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയുമുണ്ട്. അവർ വരും ഇടയ്ക്കിടെ. പക്ഷേ ഇവൾക്ക് അവരോടും ഒട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ല. അധികം ആരോടും അടുപ്പമില്ല. ആകപ്പാടെ ഒരു ദുരൂഹതയാണ്. കുട്ടി എപ്പോഴും വായന അല്ലെങ്കിൽ മൗനം. ക്യാൻറ്റീനിലെല്ലാം അവസാനിച്ചിരുന്നു. ലീലാമണി ടീച്ചർ പക്ഷേ വാശി പിടിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ശങ്കരൻ നായരെ. പുതിയ ടീച്ചർ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ പുറപ്പെട്ടു വന്നതാണ്. പറച്ചിലിന് ഫലമുണ്ടായി. ശങ്കരൻ നായർ ദോശക്കല്ല് അടുപ്പത്ത് കയറ്റി. 4-5 ദോശകൾ, മുട്ട ഓംലെറ്റ്, നേന്ത്രപ്പഴം പുഴുങ്ങിയത്. എനിക്ക് ഇത്രയൊന്നും വേണ്ട ടീച്ചർ. ദ്രൗപദി ഭയപ്പെട്ടു പോയി. കഴിക്കടോ, യാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ. ടീച്ചറിൻ്റെ നിർബന്ധം കൊണ്ട് കുറേ കഴിച്ചു. ടീച്ചർ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2 വർഷം. അടുത്ത വർഷം എന്നെ ഇവിടുന്ന് തട്ടും. ഈ വർഷം തന്നെ അതുണ്ടാവുമോ എന്നറിയില്ല. മാനേജ്മെൻറ്റിൻ്റെ ശത്രുവാണ് ഞാൻ. ഞാനല്ല, എൻ്റെ ഭർത്താവ്. അദ്ദേഹം മാനേജ്മെൻറ്റിൻ്റെ ശത്രു സംഘടനയുടെ പ്രധാന പ്രവർത്തകനാണ്. അദ്ദേഹത്തോടുള്ള വിരോധം എന്നോട് കാട്ടുന്നു. ടീച്ചറിൻ്റെ മക്കൾ ഒരുവിധം വലുതായി. ഞാനല്ല അവരെ വളർത്തിയത്, എൻ്റെ അച്ഛനും അമ്മയും. മൂത്തവൻ MBBS ഫൈനൽ ഇയർ. മകളിപ്പോൾ MBBSന് ചേർന്നു. കൈ കഴുകി പുറത്തെത്തിയപ്പോൾ നല്ല ദൃശ്യം. താഴെ കുന്നിൻ ചെരുവിൽ ഒഴുകിപ്പോകുന്ന പുഴ. അതിനപ്പുറം പരന്ന വയൽ. അങ്ങകലെ നോക്കത്താ ദൂരത്തോളം. എന്താ, എഴുതാൻ പ്രചോദനം തോന്നുന്നുവോ? നല്ല ഭംഗി. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ടെറസിൽ കയറി നിന്നാൽ ഇതിലും നല്ല കാഴ്ചയാണ്. കണ്ടാലും മതി വരില്ല. എനിക്ക് പോലും എഴുതാൻ തോന്നും. സ്റ്റാഫ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. മണി 3:30. കോളേജ് വിട്ടു. നമുക്ക് നടക്കാം, ടീച്ചർ പറഞ്ഞു. എൻ്റെ പെട്ടിയും കിടക്കയും ദ്രൗപദി ഓർമ്മിപ്പിച്ചു. നമുക്ക് എടുപ്പിക്കാം. ടീച്ചർ തന്നെ ആളിനെ ഏർപ്പെടുത്തി. രണ്ടാളും ഹോസ്റ്റലിലേക്ക് നടന്നു. കോളേജിലേക്ക് വന്ന വഴിയെ തന്നെ കുറച്ചു ദൂരം തിരിച്ചു നടക്കണം ഹോസ്റ്റലിലേക്ക്. മഞ്ഞ ചായമടിച്ച 2 നില കെട്ടിടം. മുറ്റത്ത് ഒന്നാന്തരം ഗാർഡൻ. നിറയെ പൂത്തു നിൽക്കുന്ന ചെടികൾ. സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ലീലാമണി ടീച്ചർ പറഞ്ഞു, മുറികളൊന്നും ഒഴിവില്ല. ദ്രൗപദിക്ക് സിംഗിൾ റൂം തരണമെന്നുണ്ട്. ഏതാനും വായിക്കാനും
അതായിരിക്കും സൗകര്യം. പക്ഷേ തൽക്കാലത്തെ സ്ഥിതിയിൽ നിർബന്ധമല്ല ടീച്ചർ. എവിടെയായാലും ഞാൻ കൂടിക്കോളാം. എങ്കിൽ എൻ്റെ കൂടെയാവാം. രണ്ടാം നിലയിൽ ലീലാമണി ടീച്ചറിൻ്റെ മുറിയിൽ ഒരു കട്ടിൽ കൂടി ഇട്ടു. ജാലകത്തിനരികിൽ ദ്രൗപദി കിടക്ക വിരിച്ചു. ടീച്ചർ പറഞ്ഞത് വാസ്തവം. ജാലകത്തിൽ കൂടി പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കാൻ തോന്നി. ആകാശത്തിന് എന്ത് നിറങ്ങൾ! അനന്തതയിലേക്ക് പറന്നകലുന്ന പക്ഷിക്കൂട്ടം. ദൂരെ ദൂരെ താണ് ഇറങ്ങി വന്ന് ഭൂമിയെ ചുംബിക്കുന്ന ചക്രവാളം. ദ്രൗപദിക്ക് മുറി വളരെ ഇഷ്ടമായി. വാർഡൻ്റെ ചാർജുള്ള ടീച്ചർ NCC ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അവരുടെ മുറി താഴത്താണ്. ആ മുറി എനിക്കിഷ്ടമല്ല. വന്ന കാലം മുതൽ ഞാൻ ഇവിടെയാണ്. ആരോ വാതിലിൽ മുട്ടി. ദ്രൗപദി ആ വാതിലൊന്ന് തുറന്നു നോക്കൂ. അവൾ വാതിൽ തുറന്നു. കുറച്ച് പെൺകുട്ടികൾ വാതിലിന് പുറത്തു നിന്ന് എത്തി നോക്കുന്നു. എന്തു വേണം? ടീച്ചറിനെ പരിചയപ്പെടാൻ വന്നതാണ്. അകത്തേക്ക് വരൂ, അവൾ പറഞ്ഞു. കുട്ടികൾ അകത്തു വന്നു. 4-5 പേരുണ്ട്. ടീച്ചറിൻ്റെ കഥകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റിയല്ലോ. ടീച്ചറെ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്നും കാണാം, ലീലാമണി ടീച്ചർ പറഞ്ഞു. കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. ദ്രൗപദി അവരുടെ പേര് ചോദിച്ചു. നാട്, വീട് ഒക്കെ ചോദിച്ചു. കുട്ടികൾക്ക് ആഹ്ലാദം. അവർ തിരിച്ചുപോയി. നോക്കൂ ദ്രൗപദി, ഇതൊരു അപൂർവ ഭാഗ്യമാണ്. നിങ്ങൾ എഴുത്തുകാർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യം. ദ്രൗപദിയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ പരിചയപ്പെടലിന് തിരക്ക് കൂട്ടില്ലായിരുന്നു. ഞാനൊന്ന് മേൽക്കഴിക്ക് വരാം ടീച്ചർ. വല്ലാത്ത ക്ഷീണം. രാവിലെ ബസ്സിൽ കയറിയതല്ലേ. തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ നല്ല സുഖം. പൈപ്പിന് ചൂട്ടിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. ഏയ്, കുളി കഴിഞ്ഞില്ലേ? കാപ്പി കുടിക്കാൻ പോകണം. ലീലാമണി ടീച്ചർ തിരക്ക് കൂട്ടുന്നത് കേട്ടു. കുളിമുറിയുടെ വാതിൽ തുറന്നപ്പോൾ ടീച്ചറിൻ്റെ കട്ടിലിലും കസേരയിലുമായി 4-5 പേർ. 1-2 പേരെ കോളേജിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ദ്രൗപദി, ഇത് ആരൊക്കെയെന്നോ? ലീലാമണി ടീച്ചർ പരിചയപ്പെടുത്തി. വിമല, ആനി, ഗീത, സാവിത്രി. താൻ കുളിക്കാൻ കയറിയപ്പോഴേ വന്നതാണ്. വെള്ളത്തിന് നല്ല തണുപ്പ്, നല്ല സുഖം തോന്നി, ദ്രൗപദി പറഞ്ഞു. വിമലയും ആനിയും സാവിത്രിയും ദ്രൗപദിയെ പോലെ തന്നെ 4-5 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് നാട്ടിലേക്ക്. ഗീതയ്ക്ക് വേണമെങ്കിൽ നിത്യം പോയി വരാം. പക്ഷേ യാത്ര ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ പുറപ്പെടണം, വൈകിട്ട് തിരിച്ചെത്താൻ വൈകും. പിന്നെ ബസ്സിലെ തിരക്ക്. എന്നും എത്തിയിട്ട് ഒരു അത്യാവശ്യവുമില്ല. ലീലാമണി ടീച്ചർ കളിയാക്കി. ഈ മനസ്ഥിതിയൊക്കെ മാറും. ഒരു കല്യാണം കഴിയട്ടെ. ഓടുന്നത് കാണാം അപ്പോൾ. ഒരു ബുദ്ധിമുട്ടും പറയില്ല, അല്ലേ സാവിത്രി? അതെ, അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ ആയിരിക്കണം. ഭർത്താവ് ഗൾഫിൽ, കുട്ടികൾ ബോർഡിങ്ങിൽ, വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ചെന്ന് എന്തിനു കുത്തിയിരിക്കുന്നു എന്ന തോന്നലിൽ ഇവിടെ തന്നെ അഭയം. സാവിത്രി ദ്രൗപദിയുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ഒരു എഴുത്തുകാരിയെ സൗകര്യത്തിനടുത്ത് കിട്ടിയത് കൊണ്ട് ചോദിക്കുകയാണ്. എന്താണ്? എങ്ങനെയാണ് ഈ കഥ എഴുതുന്നത്? എല്ലാവരും ഉറക്കെ ചിരിച്ചുപോയി. നല്ല ചോദ്യം. ദ്രൗപദിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാ? ലീലാമണി ടീച്ചർ ചോദിച്ചു. അതൊന്നുമല്ല. ഞാൻ ശ്രമിച്ചിട്ട് ഒറ്റ വരി എഴുതാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ എഴുതാൻ വലിയ ആഗ്രഹവും. വല്ലാത്ത ആഗ്രഹം തന്നെ സാവിത്രി. അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ടാണോ ഇപ്പോഴിങ്ങനെ ഒരു ആഗ്രഹം? ലീലാമണി ടീച്ചർ കളിയാക്കി. അപ്പോൾ ആനി പറഞ്ഞു. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലത്. നല്ലൊരു കത്ത് എഴുതുന്നത് പോലും ബുദ്ധിമുട്ടാണ്, പിന്നല്ലേ കഥ എഴുതുന്നത്? സാവിത്രി, താൻ നല്ല കണക്ക് അധ്യാപികയല്ലേ? താൻ കണക്ക് പഠിപ്പിച്ചാൽ മതി. കഥ എഴുത്ത് തുടങ്ങിയാൽ കണക്കാകെ തെറ്റും. ദ്രൗപദി മൗനമായിരുന്നു. ചോദ്യവും ഉത്തരവും ഒക്കെ അവർ തന്നെ. അത് നന്നായി. കാപ്പി കുടിക്കണ്ടേ ആർക്കും? ആ ഗൗരിയമ്മ നമ്മളെ കാണാഞ്ഞ് കാപ്പി കാടിക്കലത്തിൽ ഒഴിച്ചു കാണും. കോളേജ് കുട്ടികൾ, സഹാധ്യാപകർ, ഹോസ്റ്റൽ എല്ലാം ദ്രൗപദിക്ക് ഇഷ്ടമായി. നല്ല കുട്ടികൾ. അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയുന്ന കുട്ടികൾ. ആദ്യത്തെ ക്ലാസ്സിൽ പോലും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവൾ അച്ഛനെഴുതി. മഹേന്ദ്രനും. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. അച്ഛനും യമുന അപ്പച്ചിയും കൂടി ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്നൊരു സ്ഥലം വേണമെന്ന് പോലും എനിക്ക് തോന്നുമായിരുന്നില്ല. അത്രയ്ക്ക് ഇടം ഇഷ്ടമായോ തനിക്ക്? ലീലാമണി ടീച്ചർ ചോദിച്ചു. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, അവൾ പറഞ്ഞു. എങ്കിൽ ഇവിടെ ആരെങ്കിലും കെട്ടി ഇവിടെ തന്നെ കൂടിക്കോളൂ, ടീച്ചർ കളിയാക്കി. പുതിയ സ്ഥലത്ത് വന്നതിന് ശേഷം ദ്രൗപദിയുടെ 2 നല്ല കഥകൾ പുറത്തു വന്നു. ആ കഥകളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. മാത്യു സാർ പറഞ്ഞു. ഇവിടുത്തെ കാറ്റ് ദ്രൗപദിക്ക് പിടിച്ചെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് എഴുതിയത് 2 ഉഗ്രൻ കഥകൾ. ഇതുവരെ എഴുതിയിട്ടുള്ള കഥകളേക്കാളൊക്കെ മനോഹരം. ദിവസങ്ങൾ, മാസങ്ങൾ, വിശേഷമൊന്നുമില്ല. നീ ഓടി ഓടി വരണ്ട എന്ന അച്ഛൻ്റെ കത്ത്. ആരോഗ്യവാനായിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവും കുറേശ്ശെ നടക്കാൻ പോകും. വല്ലപ്പോഴും മഹേന്ദ്രൻ വരും. പ്രശ്നമൊന്നുമില്ല. എന്നാലും മാസത്തിൽ 2 തവണ ദ്രൗപദി വീട്ടിൽ പോകും. പോകാതെ പറ്റില്ല. വരണ്ട എന്നൊക്കെ എഴുതിയാലും അവൾ ചെല്ലുന്നത് അച്ഛന് സന്തോഷമാണ്. യമുന അപ്പച്ചിയും പറയും, നീ വന്നാലേ ഈ വീടിനകം ജീവൻ വെക്കുമോളെ. അച്ഛൻ വരണ്ടെന്ന് എഴുതിയാലും നീ വരണം. ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ ദ്രൗപദിയെ കാത്ത് 4-5 ചെറുപ്പക്കാർ. അരവിന്ദ മാഷ് പറഞ്ഞു. ദ്രൗപദിയെ കാണാനാണ്. ചെറുപ്പക്കാർ തൊഴുതു. ഞങ്ങൾ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ടീച്ചർ ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വരണം. അവൾ ഒഴിയാൻ ശ്രമിച്ചു. അങ്ങനെ പറയരുത് ടീച്ചർ. ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ടീച്ചർ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചെല്ലു ടീച്ചർ.
ലതികയും സുധാകരൻ സാറും ലീലാമണി ടീച്ചറും ഒക്കെ നിർബന്ധിച്ചു. അവസാനം ദ്രൗപദി സമ്മതിച്ചു. കുട്ടികൾ പോയി. കഴിയുന്നത്ര മീറ്റിങ്ങുകളിൽ നിന്ന് ഒഴിയാറാണ് പതിവ്. പ്രസംഗത്തോട് ആർക്കാണ് താല്പര്യം? പ്രസംഗം കേൾക്കാൻ പണ്ടുണ്ടായിരുന്ന ഉത്സാഹം ഇന്ന് ആർക്കുമില്ല. നിങ്ങളൊരു കാര്യം കണ്ടോ? ഇത്രയും കാലം നമ്മളിവിടെ കുത്തിയിരുന്നിട്ട് ഒരാളെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ വിളിച്ചോ? ഇപ്പോൾ ദ്രൗപദിയെ ഇരിക്കാൻ കൂടി സമ്മതിക്കുന്നില്ല. അരവിന്ദൻ മാഷ് വലിയൊരു ഫലിതം പറഞ്ഞെന്ന മട്ടിൽ ചിരിച്ചു. ദ്രൗപദിയെ ഓർമ്മിച്ചു. 1 വർഷത്തിലധികമാകുന്നു ഇവിടെ വന്നിട്ട്. ഇതിനിടയിൽ പലയിടത്തും പോകേണ്ടി വരുന്നുണ്ട്. പലയിടത്തും പോയി ഗ്രന്ഥശാല ഉദ്ഘാടനം, ക്ലബ്ബ് ഉദ്ഘാടനം, സാഹിത്യ സമ്മേളനം, വയ്യെന്ന് പറഞ്ഞ് എത്രയാണ് ഒഴിയുക? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ എഴുതുന്നത് വായിക്കുന്നവർക്ക് നിന്നെ കാണാനും നിന്റെ വാക്കുകൾ കേൾക്കാനും അവകാശമുണ്ട്. നീ അത് നിഷേധിക്കരുത്. നിഷേധിച്ചാൽ തലക്കനമായിട്ടേ വ്യാഖ്യാനിക്കൂ. അവരെ നിരാശപ്പെടുത്തരുത്. പ്രൊഫസറായിട്ടും ആരും വേണ്ടത്ര അംഗീകാരം നൽകുന്നില്ലെന്ന വിഷമമാണ് അരവിന്ദ മാഷ്ക്ക്. ലതിക ദ്രൗപദിയുടെ ചെവിയിൽ മന്ത്രിച്ചു. ഒരു ദിവസം മാത്യു സാറും ദ്രൗപദിയും മാത്രമേ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നുള്ളൂ. അവൾ എന്തോ വായിക്കുകയായിരുന്നു. ദ്രൗപദി ഒരു വിജയമോഹനെ ഓർമ്മിക്കുന്നുണ്ടോ? മാത്യു സാർ ചോദിച്ചു. അവൾ പുസ്തകത്തിൽ നിന്ന് തല ഉയർത്തി. ഉവ്, അയാൾ ഇന്നലെ എൻ്റെ ലോഡ്ജിൽ വന്നിരുന്നു. ദ്രൗപദിയുടെ അഭിപ്രായം അറിയണമെന്നുണ്ട് അയാൾക്ക്. അവളൊന്നും പറഞ്ഞില്ല. അയാളുടെ വീട് ഇവിടെ അടുത്താണ്. ഒരു 10 കിലോമീറ്റർ വരും. ദ്രൗപദി അപ്പോഴും മൗനം. ദ്രൗപദിയുടെ നിബന്ധന നടന്നു കഴിഞ്ഞല്ലോ. ഇനി ആലോചിച്ചുകൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ചോദ്യം ശരിയാണ്. എന്തു പറയുന്നു? ഇനി നീട്ടിക്കൊണ്ടു പോകണോ? അവളൊന്നും മന്ദഹസിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. ബെല്ലടിച്ചു. ക്ലാസ്സുകൾ വിട്ട് ആരൊക്കെയോ കയറി വന്നുകൊണ്ട് ആ സംസാരം അവിടെ മുറിഞ്ഞു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കത്ത്. നീ പോയ ദിവസം വിജയമോഹൻ ഇവിടെ വന്നിരുന്നു. അയാൾ താല്പര്യത്തോടെ നിന്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. നീ എന്തു പറയുന്നു? നീ എന്തിനാണ് വൈകിക്കുന്നത്? അച്ഛൻ രോഗിയല്ലേ? കഴിയുന്നത്ര നേരത്തെ. അയാളെക്കുറിച്ച് അച്ഛൻ പലരോടും അന്വേഷിച്ചു. നല്ല ചെറുപ്പക്കാരൻ, ദുസ്വഭാവമൊന്നുമില്ല. ഇക്കാലത്ത് ഇങ്ങനൊരാളെ ലഭിക്കുക എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ. ഇത് നിന്റെ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കുട്ടി, കത്ത് വായിച്ചിട്ട് വലിയ ആലോചന? ആരുടെ കത്താണ്? ലീലാമണി ടീച്ചർ ചോദിച്ചു. വിവരം പറഞ്ഞപ്പോൾ ടീച്ചർ പ്രോത്സാഹിപ്പിച്ചു. എനിക്കറിയാം വിജയനെ, നല്ല ചെറുപ്പക്കാരൻ. സമ്മതിക്കൂ ദ്രൗപദി, ഇത് ഭാഗ്യമാണ്. ലീലാമണി ടീച്ചർ പറയുന്ന ഭാഗ്യമെന്ന്. ഭാഗ്യമാവാം. എന്നിട്ടും ദ്രൗപദിക്ക് സമ്മതിക്കാൻ തോന്നിയില്ല. വേണമെങ്കിൽ നിർഭാഗ്യമെന്ന് പറയാം. എന്തോ? ദ്രൗപദിക്ക് ഇപ്പോഴും അറിയില്ല. ദ്രൗപദി അച്ഛനെഴുതി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ എഴുതാം അച്ഛന്. മാത്യു സാർ ചോദിച്ചു. അച്ഛൻ എന്താ എഴുതി? കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. എന്താണ് കുട്ടി ഇത്? ഇത്രയേറെ ആലോചിക്കാൻ എന്തിരിക്കുന്നു? വിജയൻ സഹൃദയനാണ്. ദ്രൗപദിയുടെ കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദ്രൗപദിയുടെ ഭർത്താവാകേണ്ടത്. എനിക്കുറപ്പുണ്ട് വിജയമോഹൻ അങ്ങനെ തന്നെയായിരിക്കും. മഹേന്ദ്രനും നന്ദിനിയും അത് തന്നെ പറഞ്ഞു. അംഗീകാരം, പ്രോത്സാഹനം, സ്നേഹം, താല്പര്യം, ഭാഗ്യം ആയിരിക്കാം. എന്നിട്ടും മനസ്സ് സമ്മതിച്ചില്ല. വല്ലാത്ത ദാഹം. ആ പെണ്ണെവിടെ? വല്ലാത്ത ചൂട്. ഫാനിന് തീരെ കാറ്റില്ലേ? ദ്രൗപദിക്ക് തളർച്ച തോന്നി. ആഴ്ചയുടെ അവസാനം കുട്ടികൾ മിക്കവാറും വീട്ടിൽ പോയി. ടീച്ചേഴ്സും ആനിയും വിമലയും ദ്രൗപദിയും അവശേഷിച്ചു. അപൂർവം മുറികളിൽ മാത്രം കുട്ടികളുടെ ചിരിയും ബഹളവും കേട്ടു. രാത്രി ഊണ് കഴിഞ്ഞ് മുറ്റത്ത് നേർത്ത നിലാവിൽ മെല്ലെ ഉലാത്തുമ്പോൾ ആനിക്കൊരു തോന്നൽ. നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? കുട്ടികളെയും കൂട്ടാം, അവർക്കും ഔട്ടിംഗ് ആകുമല്ലോ. കേട്ടയുടൻ വിമലയ്ക്ക് സമ്മതം. ദ്രൗപദി എന്ത് പറയുന്നു? ഞാനില്ല ആനി, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. സാരമില്ലെന്നേ, രാത്രി എഴുതാം. താൻ കൂടിയുണ്ടെങ്കിലേ രസമുള്ളൂ. ഞാനില്ല ആനി, ഒരു മൂഡ് തോന്നുന്നില്ല. ഓ, മൂഡ്? എപ്പോഴാണ് ഇനി മൂഡ് വരിക? ആ വിജയമോഹൻ സാറിൻ്റെ ആലോചന അങ്ങ് സമ്മതിച്ചുകൂടെ? അതിൻ്റെ ടെൻഷനാണ് തനിക്ക്, ആനി പറഞ്ഞു. ആനി വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ടെൻഷനും എനിക്കില്ല. വിവാഹത്തെപ്പറ്റി ഞാൻ ഇതേവരെ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതാണ് സത്യം. ഞാൻ വരാത്തത് എനിക്ക് അത്യാവശ്യമായി കുറച്ച് എഴുതാനുള്ളത് കൊണ്ടാണ്. ഇന്ന് തന്നെ എഴുതി തീർത്തേ പറ്റൂ. പ്ലീസ് ആനി. ആനി പിന്നെ നിർബന്ധിച്ചില്ല. അടുത്ത ദിവസം രാവിലെ ആനിയും വിമലയും കുട്ടികളും കൂടി സിനിമയ്ക്ക് പോയി. ദ്രൗപദി കാപ്പി കുടിക്കാൻ ചെന്നപ്പോൾ ഹോസ്റ്റലിലെ പണിക്കാരി ഗൗരിയമ്മ ചോദിച്ചു. എല്ലാവരും സിനിമയ്ക്ക് പോയപ്പോൾ ടീച്ചർ എന്താ പോകാത്തത്? സിനിമ ഇഷ്ടമല്ലേ? അല്ല, അങ്ങനെ പറയാനാണ് അപ്പോൾ തോന്നിയത്. അധികം ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇക്കാലത്ത് ആർക്കാ സിനിമ ഇഷ്ടമല്ലാത്തത്? എനിക്ക് വലിയ ഇഷ്ടമാ സിനിമ. അവൾ വെറുതെ കേട്ടിരുന്നു. വേഗം കാപ്പി കുടിച്ചിട്ട് മുറിയിൽ തിരിച്ചെത്തി. വാതിലടച്ച് എഴുതാനിരുന്നു. സിനിമയ്ക്ക് പോയവർ തിരിച്ചെത്തുന്നതുവരെ ശാന്തമായിരുന്നു എഴുതാം. ആനിയും വിമലയും വന്നാൽ പിന്നെ നടക്കില്ല. 3-4 വാർഷിക പതിപ്പുകൾ. കത്തുകൾ വന്നിട്ട് ദിവസങ്ങളായി. കഥ ഉടൻ അയക്കണം. ഇതുവരെ എഴുതിയില്ല. പുറത്ത് വാതിലിൽ ആരോമെല്ലാം മുട്ടിയെന്ന് തോന്നി. ടീച്ചർ എന്ന് വിളിക്കുന്നത് പോലെയും. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന പെൺകുട്ടിയെ ഓർമ്മിക്കാൻ 2 നിമിഷം വേണ്ടി വന്നു. മഞ്ജുള അല്ലേ? അകത്ത് വരൂ. അവൾ അകത്ത് കടന്നു. കുട്ടി പോയില്ലേ സിനിമയ്ക്ക്? ഇല്ല. അതെന്തേ? കൂട്ടുകാരൊക്കെ പോയപ്പോൾ പോകാഞ്ഞത്? മഞ്ജുള മിണ്ടിയില്ല. വിഷാദത്തിൽ പൊതിഞ്ഞ ഒരു ചിരിക്കുക മാത്രം അവൾ ചെയ്തു. മുഴുവൻ സമയവും ഹോസ്റ്റലിൽ കുത്തിയിരിക്കുന്നതിലും നല്ലതല്ലേ പുറത്തു പോകുന്നത്? അതോ സിനിമ കാണുന്നത് ഇഷ്ടമല്ലേ?
ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, 3-4 വർഷങ്ങളായി സിനിമ കാണാൻ പോകാറില്ല. കാണാൻ തോന്നാറില്ല ടീച്ചർ. അതെന്തേ? ദ്രൗപദിക്ക് അത്ഭുതം. നോക്കുന്നിടത്തെല്ലാം നിറങ്ങൾ മാത്രം കാണുന്ന പ്രായം. ഉയരത്തിൽ ആകാവുന്നത്ര ഉയരത്തിൽ ചിറക് ഉയർത്തി പറക്കാൻ ആഗ്രഹിക്കുന്ന പ്രായം. ലീലാമണി ടീച്ചർ പറഞ്ഞതനുസരിച്ച് സമ്പന്നതയുടെ മടിത്തട്ടിൽ വിഹരിക്കാവുന്ന ഭാഗ്യം. എന്നിട്ടും എല്ലാറ്റിൽ നിന്നും വിരക്തി നേടിയ ഭാവം മുഖത്ത്. എന്ത് പറ്റി ഈ കുട്ടിക്ക്? ടീച്ചറും സിനിമയ്ക്ക് പോയില്ല എന്ന് ഗൗരിയമ്മ പറഞ്ഞു. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്, അതാണ് പോകാഞ്ഞത്. സിനിമ കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. മഞ്ജുള ഇരിക്കൂ, എന്തിനാണ് നിൽക്കുന്നത്? മഞ്ജുളായിരുന്നു, മടിച്ചാണെങ്കിലും. എനിക്കും സിനിമ ഇഷ്ടം തന്നെയാണ് ടീച്ചർ. മുമ്പൊക്കെ ഞാൻ ഒരുപാട് സിനിമ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ... മഞ്ജുളയുടെ അച്ഛനും അമ്മയും ഇംഗ്ലണ്ടിലാണെന്ന് ലീലാമണി ടീച്ചർ പറഞ്ഞു. അതെ. കുട്ടിയും അവിടെയായിരുന്നുവോ? അതെ. പ്രീ ഡിഗ്രിക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാനാവുന്നത്ര എതിർത്ത് നോക്കിയതാണ്. എന്നിട്ടും... ദ്രൗപദി ഓർത്തു, പല മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പുഴുക്കുത്തേറ്റ് തങ്ങളുടെ കുരുന്നുകൾ നശിക്കാതിരിക്കാൻ അവർ കൗമാരത്തിലേക്ക് കടക്കുന്നതോടെ ഇങ്ങോട്ട് കടത്തുകയാണ്. സമ്പാദിച്ചു കൂട്ടുമ്പോഴേക്ക് മക്കൾ നശിച്ചു തുടങ്ങുന്നത് ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കാനാവുക? മഞ്ജുളയും അങ്ങനെ. ദ്രൗപദി കണ്ടു മഞ്ജുളയുടെ മുഖത്തെ എതിർപ്പ്, വിദ്വേഷം. നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരവും രണ്ടല്ലേ? മഞ്ജുള നമ്മുടെ സംസ്കാരത്തിൽ വളർന്ന് ഒരു നല്ല പെൺകുട്ടിയാകാനാവും അവരങ്ങനെ ചെയ്തത്. അതിനല്ല ടീച്ചർ. കാരണം എനിക്കറിയാം. എന്ത് കാരണം? അച്ഛനും അമ്മയും അവിടെ ഡോക്ടേഴ്സാണ്. എനിക്കും അവിടെ പഠിക്കണമെന്നും പഠിച്ച് ഡോക്ടറാകണമെന്നും ഒക്കെയായിരുന്നു ആഗ്രഹം. അതിനവർ സമ്മതിച്ചില്ല. ഞാനിവിടെ നാട്ടിൽ വന്ന് എൻട്രൻസ് എഴുതണം, ഇവിടെ പഠിച്ച് ഡോക്ടറാകണം പോലും. പിടിച്ച പിടിയാലെ എന്നെ ഇങ്ങോട്ടേക്ക് നാട് കടത്തുകയായിരുന്നു. എന്നിട്ട് എൻട്രൻസ് എഴുതിയില്ലേ? എഴുതി, അവർക്ക് വേണ്ടി. പക്ഷേ ജയിച്ചില്ല. ജയിക്കരുതെന്ന് മനഃപൂർവ്വം വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ എൻട്രൻസിൽ തോറ്റുപോയത്. അങ്ങനെ അവരെന്നെ ഡോക്ടറാക്കണ്ട. ദ്രൗപദി ചിരിച്ചു. ഭയങ്കര വാശിക്കാരിയാണല്ലോ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൻ്റെ ദേഷ്യം. ഇനിയും വേണമെങ്കിൽ തിരിച്ചു പോകാമല്ലോ മഞ്ജുളയ്ക്ക്. ഈ വർഷം കോഴ്സ് തീരില്ലേ? ഇല്ല ടീച്ചർ, അവരെന്നെ കൊണ്ടുപോകില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം. മനോജിൽ നിന്ന് എന്നെ അകറ്റാനാണ് അവരിങ്ങനെ ചെയ്തത്. മനോജോ? ആരാണത്? ടീച്ചറിനോട് ഞാനെല്ലാം പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. പറഞ്ഞാൽ എൻ്റെ മനസ്സിനെക്കുറിച്ച് ആശ്വാസം കിട്ടും. എന്തൊക്കെ കടങ്കഥകളാണ് ഈ കുട്ടി പറയുന്നത്? ദ്രൗപദി അവളുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കിയിരുന്നു. ടീച്ചറിനറിയില്ല മനോജിനെ. ഇവിടെ ആർക്കും അറിയില്ല മനോജിനെ. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ടീച്ചറിനോട് പറയാം. ഇവൾ സ്വയം മറന്നു തുടങ്ങിയിരിക്കുന്നു. തന്നെ ഇവൾ കൂട്ടുകാരിയോ ബന്ധുവോ ഒക്കെ ആയി കണക്കാക്കി തുടങ്ങിയിരിക്കുന്നു. മനോജ് ഇംഗ്ലണ്ടിൽ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു. ചെറുപ്പം മുതൽ പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഒന്നിച്ച്. മനോജിൻ്റെ മമ്മിയും എൻ്റെ അമ്മയും വലിയ ഫ്രണ്ട്സ്. എൻ്റെ അച്ഛനെ പോലെ മനോജിൻ്റെ പപ്പായും ഡോക്ടർ. മനോജ് എന്ത് നല്ല കുട്ടിയാണെന്നോ. ഞങ്ങൾ രണ്ടാളും വളർന്നപ്പോൾ രണ്ടമ്മമാർക്കും പരിഭ്രമം. ഞങ്ങൾ കാണരുത്, വർത്തമാനം പറയരുത്. രണ്ടമ്മമാരും തമ്മിൽ വഴക്കായി. അവസാനം മനോജിൻ്റെ പപ്പയും മമ്മിയും മനോജിനെയും കൊണ്ട് ദൂരെ ദൂരെ എങ്ങോട്ടോ പോയി. എന്നിട്ടും മനോജും ഞാനും എന്നും കണ്ടിരുന്നു. ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ആരെതിർത്താലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ കല്യാണം കഴിക്കാനും തീരുമാനിച്ചിരുന്നു. ദ്രൗപദി മഞ്ജുളയുടെ കഥ കേട്ട് നിശ്ചലയായിരുന്നു. ഒരു നിമിഷം സംസാരം നിർത്തിയിട്ട് പെട്ടെന്ന് മഞ്ജുള ചോദിച്ചു. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് തെറ്റാണോ ടീച്ചർ? ടീച്ചർ സ്നേഹത്തെപ്പറ്റി കഥ എഴുതുന്ന ആളല്ലേ? കുട്ടിയുടെ അമ്മയും അച്ഛനും എന്തിനാണ് മനോജിൻ്റെ അച്ഛനമ്മമാരോട് പിണങ്ങിയത്? അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അതെ, വലിയ ഫ്രണ്ട്സ്. പിന്നെ പിണങ്ങിയത് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചതിനോ? അതെ. മനോജ് ക്രിസ്ത്യാനി, ഞാൻ ഹിന്ദു. ക്രിസ്ത്യാനിയെ ഹിന്ദു കല്യാണം കഴിക്കുന്നത് തെറ്റല്ലേ? ടീച്ചർ നോക്കിക്കോളൂ, ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. മനോജിനൊരു ജോലിയാകട്ടെ, പറഞ്ഞിവിടെ എത്തും. അല്ലെങ്കിൽ എനിക്കൊരു പണി കിട്ടട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തൊരു ശക്തിയാണ് ഇവളുടെ വാക്കുകൾക്ക്, ദ്രൗപദി ഓർത്തു. ഇന്നലെ മനോജിൻ്റെ കത്തുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലാണത്രേ, ടൈഫോയിഡ്. 1 മാസമായി. കത്ത് വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എനിക്കൊരു സമാധാനവുമില്ല. സാരമില്ല, ഇപ്പോൾ അസുഖമൊക്കെ മാറിയിരിക്കും. എല്ലാം ശരിയാകും. കുട്ടി ഇപ്പോൾ നല്ലവണ്ണം പഠിക്കേ. ഇപ്പോൾ പഠിക്കുകയാണ് ആവശ്യം. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കൂ. അപ്പോഴേക്ക് അമ്മയുടെയും അച്ഛൻ്റെയും വിരോധമൊക്കെ മാറും. മാറില്ല ടീച്ചർ, അത് മാത്രം സംഭവിക്കില്ല. എൻ്റെ അമ്മയും അച്ഛനും അത്ര ഉറച്ച ഹിന്ദുക്കളാണ്. ഒരു ക്രിസ്ത്യാനിയെ അവർ സഹിക്കില്ല. വേണ്ടി വന്നാൽ മനോജിനെ അവർ കൊല്ലുക വരെ ചെയ്യും. മഞ്ജുള കരഞ്ഞു തുടങ്ങിയിരുന്നു. എന്ത് പറഞ്ഞാണ് ഈ കുട്ടിയെ സമാധാനിപ്പിക്കുക? തൻ്റെ വാക്കുകളൊന്നും ഇവളുടെ ഉള്ളിലെ തീ കെടുത്തില്ല. എന്നിട്ടും മഞ്ജുളയുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. കണ്ണുനീർ തുടച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പോകും മുമ്പ് മഞ്ജുള ചോദിച്ചു. ടീച്ചർ അമ്പലത്തിൽ പോകുമോ? വല്ലപ്പോഴും, നാട്ടിൽ വെച്ച്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ഒരു ദേവീക്ഷേത്രം. ഞാനിവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ടീച്ചർ വരുമോ ഇന്ന് വൈകുന്നേരം? വരാം. മഞ്ജുള പോയി. എഴുതാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു. ദ്രൗപദി പേന അടച്ചു വെച്ചു. ജാലകത്തിനരികിൽ ചെന്ന് നിന്നു. തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി. ഒറ്റപ്പെട്ടു പറക്കുന്നൊരു പക്ഷി. അത് വായുവിൽ ഉയർന്നും താണും പറക്കുകയാണ്, ലക്ഷ്യമില്ലാതെ. ചരട് മുറിഞ്ഞു പോയ പട്ടം പോലെ. അങ്ങ് ദൂരത്തേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന വയൽ.
ആ വയൽ വരമ്പുകളിലൂടെ വേണം അമ്പലത്തിലേക്ക് പോകാനെന്ന് ലീലാമണി ടീച്ചർ പറഞ്ഞു തുറത്തു. ഇതുവരെ പോയിട്ടില്ല. എത്ര ദൂരമുണ്ടെന്നും അറിയില്ല. എത്രയെങ്കിലും ആകട്ടെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മഞ്ജുളയുടെ മനസ്സിന് ആശ്വാസം കിട്ടുമെങ്കിൽ എത്ര ദൂരം നടക്കാനും താൻ തയ്യാറാണ്. ഇന്ന് ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എഴുതാൻ കഴിയും എന്ന് കരുതിയതും വെറുതെയായി. കുറേ നേരം പേന തുറന്നു വച്ചിരുന്നു. ഹൃദയത്തിന് വിങ്ങൽ തോന്നുമ്പോൾ, ഭാരം തോന്നുമ്പോൾ തൂലിക ചലിപ്പിക്കാൻ തുടങ്ങും. പിന്നെ നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും. സമയത്തെക്കുറിച്ച് ബോധമില്ലാതെ ദ്രൗപദി എഴുതിക്കൊണ്ടേയിരിക്കും. അതാണ് പതിവ്. പക്ഷേ ഇന്ന് മഞ്ജുളയുടെ നീർ നിറഞ്ഞ കണ്ണുകൾ, നൊമ്പരമുണർത്തുന്ന ശബ്ദം അവ ദ്രൗപദിയെ തളർത്തിക്കളഞ്ഞതുപോലെ. അവൾ കണ്ണടച്ച് വെറുതെ കിടന്നു. നാട്ടിൽ പോകുമ്പോൾ അച്ഛനോടും യമുന അപ്പച്ചിയോടും മഹേന്ദ്രനോടും പറയാനൊരു കഥ. കഥ കേൾക്കുമ്പോൾ യമുന അപ്പച്ചി കരയും, തീർച്ച. ഇത് കഥയല്ല, ജീവിതമാണ്. അപ്പച്ചി എൻ്റെ ഒപ്പം ഹോസ്റ്റലിലേക്ക് വരും. കാട്ടിത്തരാം എന്ന് പറഞ്ഞാൽ അപ്പച്ചി പറയും, വേണ്ട കുട്ടി, എനിക്കിപ്പോൾ ആരുടെ സങ്കടവും കാണാൻ വയ്യ. വാതിലിൽ തുടരെ തുടരെ മുട്ട്. ഉറങ്ങിപ്പോയോ? വെറുതെ കിടന്നതാണ്. വാതിൽ തുറന്നപ്പോൾ ആനിയും വിമല. ദ്രൗപദിക്ക് വൻ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആനി പറഞ്ഞു. എന്ത് നഷ്ടം? എഴുത്തുകാരിയായതുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കാവുന്ന നഷ്ടങ്ങളെക്കാൾ ഇരട്ടി നഷ്ടം. കാര്യം പറയൂ. സിനിമ കാണുന്നതാവൂ. അതല്ല, സിനിമ നാളെ വേണമെങ്കിലും കാണാമല്ലോ. പിന്നെ ഒരു ഉഗ്രം കാഴ്ച. 2 കാലം നഷ്ടപ്പെട്ട ഭർത്താവ്. അയാളെ ഉന്തുവണ്ടിയിൽ ഇരുത്തി ഉന്തി ഉന്തി നടക്കുന്ന ഭാര്യ. ഓരോ കടയുടെ മുന്നിലും വണ്ടി നിൽക്കുന്നു. ഭാര്യ ഭിക്ഷ ചോദിക്കുന്നു. മലയാളത്തിലല്ല, ഹിന്ദിയിൽ. ദയനീയഭാവത്തിലല്ല ചോദ്യം, രാജകീയ ഗമയിൽ. വീണ്ടും വണ്ടി ചലിക്കുന്നു. വണ്ടിക്ക് സ്പീഡ് പോരാ എന്ന് വഴക്ക് ഉണ്ടാക്കുന്ന ഭർത്താവ്. പരിഷ്കരിച്ച ഭിക്ഷാടനം. വേണമെങ്കിൽ ഒരു കഥ എഴുതാം. അതിനേക്കാൾ നല്ല കഥ എൻ്റെ മനസ്സിനുള്ളിൽ മുട്ടിത്തിരിയാൻ തുടങ്ങിയിട്ട് സമയമേറെയായി. അത് പുറത്തു വരാത്ത വേദനയിലാണ് ഞാൻ. അങ്ങനെ പറയാൻ തോന്നി, പറഞ്ഞില്ല. വൈകുന്നേരം അമ്പലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ചോദിച്ചു, വിമല വരുന്നുണ്ടോ? ഇല്ല. ഞാൻ വരാമായിരുന്നു, പക്ഷേ ഹിന്ദുക്കൾ എന്നെ തല്ലിയാലോ? ആനി ചിരിച്ചു. നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ താൻ ക്രിസ്ത്യാനിയാണെന്ന്? വരുന്നുണ്ടെങ്കിൽ പോരൂ. ദ്രൗപദി ക്ഷണിച്ചു. വേണ്ട ദ്രൗപദി, അതിരിക്കട്ടെ. ആരെ കൂട്ട്? മഞ്ജുള. ഓ, ദ്രൗപദിയോട് വലിയ സ്നേഹമാണല്ലോ ആ കുട്ടിക്ക്. ഇന്നെന്താ വിശേഷം? ബർത്ത്ഡേയാ? അല്ല, അമ്പലത്തിൽ പോകാൻ വിശേഷമൊന്നും വേണ്ട ആനി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് മഞ്ജുള എത്തി. കസവ് കരയുള്ള മുണ്ടും നേരിയതും, കഴുത്തിൽ പച്ചക്കല്ല് വെച്ചൊരു നെക്ലസ്. ഇപ്പോൾ അവളെ കാണാൻ എന്ത് ഭംഗി! വൈരമുക്കുത്തി അണിഞ്ഞ്, മാറിൽ തിളങ്ങുന്ന കല്ലുമാലകൾ അണിഞ്ഞ്, പട്ടുപാട് ചുറ്റി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ദേവീ വിഗ്രഹം. ചുറ്റും 1000 തിരികളുടെ കണ്ണും ചിക്കുന്ന പ്രകാശം. അന്തരീക്ഷത്തിൽ സാമ്പ്രാണി തിരികളുടെയും കർപ്പൂരത്തിൻ്റെയും മനം മയക്കുന്ന സുഗന്ധം. നോക്കത്തെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനം. അവർക്കിടയിൽ കണ്ണു നീരൊലിപ്പിച്ചു നിൽക്കുന്ന പെൺകുട്ടി. അവൾക്ക് വൈരമുക്കുത്തിയുണ്ട്. അവളുടെ മാറിൽ തിളങ്ങുന്ന കല്ലുമാലയുണ്ട്. അവൾക്ക് ദേവിയുടെ മുഖമാണ്. ക്രിസ്തുമതത്തിൽ ജനിച്ചുപോയ പ്രിയന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനിയാണെങ്കിലും അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. അവൻ എന്നെ ജീവനാണ്. അവനെ രക്ഷിക്കണേ. കൂപ്പ് കൈകളോടെ നിൽക്കുന്ന പെൺകുട്ടിയെ ദേവി കണ്ടു, പുഞ്ചിരിച്ചു, പിന്നെ മന്ത്രിച്ചു. ദുഃഖിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിക്കില്ല. പെൺകുട്ടിക്ക് അത്ഭുതം. അവൾ മറ്റാരും കേൾക്കാതെ മെല്ലെ പറഞ്ഞു, അവൻ ക്രിസ്ത്യാനിയാണ്. അവനെ ഹിന്ദുക്കളായ എൻ്റെ വീട്ടുകാർ കൊന്നുകളയും. ഇല്ല, ഞാനല്ലേ പറഞ്ഞത്. അവൻ എൻ്റെ മകനാണ്. കുട്ടി സമാധാനമായി പോകൂ. ദ്രൗപദിയുടെ കഥ ജനപദത്തിൽ അച്ചടിച്ചു വന്നു. സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ ഉഗ്രം ചർച്ച. ലീലാമണി ടീച്ചർ പറഞ്ഞു, ദ്രൗപദിയുടെ കഥയെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. നടക്കട്ടെ, എനിക്ക് അടുത്ത പീരീഡിൽ ക്ലാസ് ഉണ്ട്. അവൾ പുസ്തകത്തിലേക്ക് തല താഴ്ത്തി. ടീച്ചർ കമ്മ്യൂണിസ്റ്റാണോ? ദ്രൗപദി തലയുയർത്തി. ഹിസ്റ്ററിയിലെയോ പൊളിറ്റിക്സിലെയോ അധ്യാപകനാണ് ചോദിച്ചത്. പേരറിയില്ല. അവൾ പറഞ്ഞു, അല്ല, എന്താണ് അങ്ങനെ ചോദിക്കാൻ? കഥ വായിച്ചപ്പോൾ അങ്ങനെ തോന്നി. കമ്മ്യൂണിസ്റ്റ് ആശയമാണോ കഥയിൽ? ഒരു ഹിന്ദുവായ ടീച്ചർ ഇങ്ങനെ ചിന്തിച്ചത് ശരിയായില്ല. ഒരു ക്രിസ്ത്യാനിയെ ദേവിയുടെ മകനെന്ന് പറയിച്ചത് ശരിയായില്ല. അതിലെന്താണ് കുഴപ്പം? എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണെന്നല്ലേ ഞാനും സാറും വിശ്വസിക്കുന്നത്. മനുഷ്യനെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമാക്കിയത് നമ്മളല്ലേ? ടീച്ചർ കമ്മ്യൂണിസ്റ്റ് തന്നെ. എങ്കിൽ മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഒക്കെ കമ്മ്യൂണിസ്റ്റായിരുന്നു അല്ലേ? ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ സാർ? ഞാൻ ടീച്ചറിനോട് തർക്കത്തിനില്ല. അയാൾ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി. ലീലാമണി ടീച്ചർ ദ്രൗപദിയുടെ കൈ പിടിച്ചു കുലുക്കി അഭിനന്ദിച്ചു. ഹരിദാസും ഗോപകുമാറും ലതികയും ഒക്കെ അഭിനന്ദിച്ചു. നന്നായി. അയാൾക്ക് ഭയങ്കര ജാതി പറച്ചിലാണ്. ആര് വന്നാലും അയാളുടെ ജാതി തിരക്കി അറിഞ്ഞെങ്കിലേ സമാധാനമാകൂ. കഥ ഞാനിപ്പോഴാണ് വായിച്ചത്. നന്നായിരിക്കുന്നു, ഉഗ്രനായിരിക്കുന്നു. ദ്രൗപദി, കൺഗ്രാജുലേഷൻസ്, ലീലാമണി ടീച്ചർ പറഞ്ഞു. തപാലിൽ അച്ഛൻ്റെ കത്തുണ്ടായിരുന്നു. ഈ ആഴ്ച വരണം. എന്തെങ്കിലും തീരുമാനിക്കണം. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ പറ്റില്ല. വിജയമോഹൻ വലിയ താല്പര്യം കാട്ടുന്നു. അയാൾ ചോദിക്കുന്നത് ശരിയല്ലേ? ഇനി എന്താണ് തടസ്സം? അവൾ മറുപടി എഴുതി. തീരുമാനിക്കാം, ഞാൻ വരാം. വൈകുന്നേരം ടെറസിൽ ദ്രൗപദി തനിച്ച് ഉലാത്തുകയായിരുന്നു. നേരത്തെ കാറ്റ് ഇടയ്ക്കിടെ വന്നു തലോടി സ്വകാര്യം പറഞ്ഞു കടന്നുപോയി. പടിഞ്ഞാറേ ചരിവിൽ ആരോ അശ്രദ്ധമായി വരഞ്ഞിട്ട ചിത്രങ്ങൾ. നിറം കൂടിയും കുറഞ്ഞും, ചിലയിടത്ത് തീരെ മങ്ങിയും.
ടീച്ചറെ ഞാൻ എവിടേക്ക് തെരഞ്ഞു? തിരിഞ്ഞു നോക്കുമ്പോൾ മഞ്ജുള. നന്ദി ടീച്ചർ, നന്ദി. എന്തിന്? ദ്രൗപദി അത്ഭുതപ്പെട്ടു. എനിക്കിപ്പോൾ എന്താ ആശ്വാസം തോന്നുന്നുണ്ടെന്നോ? എൻ്റെ അമ്മയെക്കാളും അച്ഛനേക്കാളും എൻ്റെ ബന്ധുക്കളെക്കാളും എൻ്റെ മനസ്സറിയുന്ന ഒരാളുണ്ടല്ലോ ഈ ഭൂമിയിൽ. എന്നെപ്പറ്റി ചിന്തിക്കുന്ന ഒരാളുണ്ടല്ലോ. ദ്രൗപദിക്ക് മനസ്സിലായി. അവൾ ചിരിച്ചു. ഞാൻ ആ കഥ എത്ര വട്ടം വായിച്ചെന്നോ? ഞാനത് വെട്ടിയെടുത്ത് മനോജിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. വായിക്കുമ്പോൾ മനോജിന് ആശ്വാസമാകും. കുട്ടി, ഞാൻ ഈ ആഴ്ച വീട്ടിൽ പോകുന്നു. കുട്ടി പോകുന്നില്ലേ? ദ്രൗപദി ചോദിച്ചു. ഇല്ല, അവിടെ പോയാൽ ഉള്ള മനസ്സമാധാനം ഇല്ലാതാവും. ഉപദേശിച്ചു കൊല്ലും മുത്തച്ഛനും മുത്തശ്ശിയും. പിന്നെ പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ദിവസവും ഓരോരുത്തർ. എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല. ഇവിടെയാകുമ്പോൾ തനിച്ചിരുന്ന് കരയുകയെങ്കിലും ചെയ്യാമല്ലോ. ഒരു നിമിഷം കഴിഞ്ഞു മഞ്ജുള പറഞ്ഞു. ഞാൻ ടീച്ചറിനോട് അതിരുവിട്ട് എന്തൊക്കെയോ പറയുന്നു. ക്ഷമിക്കണം ടീച്ചർ. ടീച്ചർ എൻ്റെ ആരോ ആണെന്ന് തോന്നലാണ് എനിക്ക്. മഞ്ജുള പറഞ്ഞോളൂ, എന്തിനാണ് വിഷമിക്കുന്നത്? അവൾ അല്പനേരം കൂടി നിന്നു, പിന്നെ ഇറങ്ങിപ്പോയി. ദ്രൗപദിക്ക് അത്ഭുതം. ഇതെന്തുമാതിരി കുട്ടിയാണ്, പാവം, പക്ഷേ തൻ്റെ ഇടമുള്ളവളും. താഴത്തെത്തിയപ്പോൾ ലീലാമണി ടീച്ചർ ചോദിച്ചു. എന്താണ് പരിപാടി? ഈ ആഴ്ച വീട്ടിൽ പോകുന്നോ? പോകുന്നു. അച്ഛൻ ചെല്ലാൻ എഴുതിയിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിവാഹം നടത്താൻ വല്ലാത്ത തിരക്ക്. പിന്നെ തിരക്ക് കൂട്ടണ്ടേ? മറ്റു തടസ്സമൊന്നുമില്ലെങ്കിൽ ഇട്ട് നീട്ടുന്നത് എന്തിന്? എനിക്കെന്തോ അറിയില്ല ടീച്ചർ. അച്ഛനും മറ്റുള്ളവരും അനാവശ്യമായി ധൃതി കാട്ടുന്നു എന്ന തോന്നൽ. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഒന്നുമില്ല, ശുഭസ്യ ശ്രീഗ്രം എന്നാണ് പ്രമാണം. പാവം, അയാൾ എത്ര നാളാണ് ഇങ്ങനെ കാത്തു കാത്തു കഴിയുക. അടുത്ത ദിവസം സ്റ്റാഫ് റൂമിൽ അവളും അരവിന്ദൻ മാഷും തനിച്ചായി. ബാക്കിയുള്ളവരൊക്കെ ക്ലാസ്സിൽ. അപ്പോഴാണ് പുതിയൊരാൾ കടന്നു വന്നത്. കഷണ്ടി ആക്രമിച്ച ശിരസ്, അതിരുപോലെ നിൽക്കുന്ന ഇത്തിരി തലമുടി, നല്ല കറുപ്പ് നിറം, ജനബാഹു. അരവിന്ദ മാഷ് കുശലം പറയുന്നു, ചിരിക്കുന്നു. സ്ഥലം മാറി വന്ന ആരോ? ദ്രൗപദിക്കറിയില്ല. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് പുതിയ ആൾ അവൾക്ക് നേരെ തിരിഞ്ഞത്. ദ്രൗപദി അല്ലേ? അയാൾ തുടർന്ന് പറഞ്ഞു. അതെ, കഥാകാരി. പുതിയ തലമുറയിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരി. എനിക്കിഷ്ടമാണ് കഥകളൊക്കെ, പ്രത്യേകിച്ച് കഥകളുടെ ആ സ്റ്റൈൽ. അവൾ ചിരിച്ചു. ആരാണാവോ ഇത്? അരവിന്ദ മാഷ് രക്ഷയ്ക്കെത്തി. ദ്രൗപദി ഇദ്ദേഹത്തെ അറിയില്ലേ? ഇല്ല എന്നവൾ പറയുന്നതിന് മുമ്പ് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ചിലപ്പോൾ എന്നെ കേട്ട് കാണും. ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്, കഥകളും നാടകങ്ങളും ഒക്കെ. അത്യാവശ്യം കവിതയും എഴുതിയിട്ടുണ്ട്. കൈവയ്ക്കാത്ത സാഹിത്യശാഖയില്ലെന്ന് തന്നെ പറയാം. സാറിൻ്റെ പേര്? ഗംഗാധരക്കുറുപ്പ്. എൻ്റെ വിഷയം? ദ്രൗപദി ആ പേര് ഓർമ്മിച്ച് നോക്കി. ഇതേവരെ കേട്ടതായി തോന്നുന്നില്ല. എങ്ങും കണ്ടതായും? അവളത് പക്ഷെ പറഞ്ഞില്ല. എൻ്റെ പേര് ടീച്ചറെങ്ങാനും കണ്ടു കാണാൻ വഴിയില്ല. കാരണം ഈ പത്രക്കാരൊക്കെ എൻ്റെ ബദ്ധവൈരികളാണ്. എൻ്റെ ഒറ്റ സാധനം അവർ പ്രസിദ്ധീകരിക്കില്ല. കാരണം എന്താണെന്നോ? അവരുടെയൊക്കെ പിറകെ ഓച്ചാനിച്ച് നടക്കാനോ കൈമണി അടിക്കാനോ ഞാൻ പോകാറില്ല. അതുതന്നെ ആദ്യമൊക്കെ പത്രക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ചിലതൊക്കെ. അവരത് ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ. എന്നിട്ടും ഇന്നേ വരെ ഒറ്റയാളെ കാണാൻ പോയില്ല. കഥയും കവിതയും അയച്ചു കൊടുക്കുന്ന പരിപാടിയും നിർത്തി. ആർക്കു വേണം കഥ അച്ചടിച്ചു വരുമ്പോൾ കിട്ടുന്ന 1.5 ചക്രം? അയാൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. പത്രക്കാരോടൊക്കെ കടുത്ത വിരോധമാണെന്ന് തോന്നി. ഇതൊക്കെ സാറിൻ്റെ തെറ്റായ ധാരണയാണ്. സാർ അയച്ചു കൊടുത്തതൊന്നും അവരുടെ പക്കൽ കിട്ടിയില്ലെന്ന് വന്നുകൂടെ? അർഹതയുള്ളതിനെ ആർക്കും തള്ളിക്കളയാനാവില്ലല്ലോ. അപ്പോൾ എൻ്റെ കഥയ്ക്കും ലേഖനത്തിനും യോഗ്യത പോരെന്നാണോ? അയ്യോ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥമില്ല. സാറിനെ മനസ്സിലാക്കാൻ അവർക്കൊരവസരം കിട്ടിക്കാണില്ല. അല്ലാതെ ടീച്ചറൊന്നും പറയണ്ട. എനിക്കറിയാം എല്ലാവരെയും. എന്നെ പോലുള്ളവരെ മനസ്സിലാക്കാൻ തക്ക വിവരമില്ലാത്തവന്മാർ എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ടീച്ചറിനറിയാമോ, എൻ്റെ കുടുംബക്കാർ ഇന്നുവരെ ഒരിടത്തും തലകുനിച്ചിട്ടില്ല. എൻ്റെ തറവാട്ടിൽ 2 ആനയുണ്ടായിരുന്നു. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നോട് ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ആലോചിക്കുകയായിരുന്നു ദ്രൗപദി. ഗംഗാധരക്കുറുപ്പ് പിന്നെയും പറയാൻ തുടങ്ങി. ടീച്ചർ ഇവിടെ നിന്ന് എത്രയും വേഗം സ്ഥലം മാറ്റം വാങ്ങിപ്പോകണം. ടീച്ചറിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവരല്ലേ ഇവിടെയുള്ളത്? മുഴുവൻ അസൂയക്കാർ. ടീച്ചറിനറിയാമോ, ഞാനിവിടെയായിരുന്നു. 2 വർഷമായുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട്. മനഃപൂർവ്വം പോയതാണ്. ഒരൊറ്റ പട്ടിയും എന്നെ അംഗീകരിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, ആർക്കു വേണം ഇവരുടെയൊക്കെ ബഹുമാനം? ദ്രൗപദി എല്ലാം കേട്ട് നിവൃത്തിയില്ലാതെ ഏതോ കെണിയിൽ പെട്ടതുപോലെ ഇരുന്നു. അവൾ അരവിന്ദ മാഷെ നോക്കി. അദ്ദേഹം എന്തോ എഴുതുകയാണ്. തല ഉയർത്തുന്നതേയില്ല. ടീച്ചർ ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് ടീച്ചറിനെ മനസ്സിലാക്കാൻ കഴിയും. ടീച്ചറിന് എന്നെയും. നമ്മുടെ രണ്ടാളുടെയും ഫീൽഡ് ഒന്നായതുകൊണ്ട് ടീച്ചർ ഇനിയും എഴുതണം. എഴുതി അവാർഡുകൾ വാരിക്കൂട്ടണം. ദ്രൗപദി രക്ഷപ്പെടാനുള്ള പഴുത് ആലോചിക്കുകയായിരുന്നു. അപ്പോഴേക്കും മാത്യു സാർ എത്തി. അല്ല, ആരാണിത്? ഗംഗാധരക്കുറുപ്പോ? അതേടോ, ഞാൻ വീണ്ടും എത്തി. ഇന്ന് ജോയിൻ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ദ്രൗപദി ടീച്ചർ ഇവിടെ ഉണ്ടെന്ന്. നേരെ ഇങ്ങോട്ട് പോന്നു. വലിയൊരു എഴുത്തുകാരി നമ്മുടെ കോളേജിൽ വന്നിരിക്കുകയല്ലേ, പരിചയപ്പെടണ്ടേ? ഗംഗാധരക്കുറുപ്പ് തിരിഞ്ഞു നോക്കി ദ്രൗപദിയോട് ചോദിച്ചു. ടീച്ചർ വിവാഹിതയാണോ? അല്ല, അവൾ പറഞ്ഞു. നന്നായി, ഞാനുമല്ല. വിവാഹം കഴിക്കരുത് ടീച്ചർ. നമ്മെപ്പോലുള്ള പ്രതിഭകൾ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല. വിവാഹം, കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ശല്യമാണെന്നേ.
പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. കുറേ നേരം കൂടി നിന്നിട്ടാണ് ഗംഗാധരക്കുറുപ്പ് പോയത്. ദ്രൗപദി ദീർഘമായി നിശ്വസിച്ചു. നന്നായി വധിച്ചെന്ന് തോന്നല്ലോ ദ്രൗപദിയെ? മാത്യു സാർ ചോദിച്ചു. ഉവ്വ്, നന്നായി തന്നെ കൊന്നു. ഇദ്ദേഹം ആരാണ് മാത്യു സാർ? എന്തൊക്കെയോ പറഞ്ഞു. മഹാസാഹിത്യകാരൻ. അദ്ദേഹം തന്നെ അത് പറഞ്ഞു തന്നില്ലേ? കഥ എഴുതും, കവിത എഴുതും, നാടകം എഴുതും, എന്തു വേണമെങ്കിലും എഴുതും. പക്ഷേ ഇന്നുവരെ ഒന്നും അച്ചടിച്ച് കണ്ടിട്ടില്ല. എല്ലാ പ്രസിദ്ധീകരണങ്ങളോടും വിരോധം. പക. വിവാഹം കഴിച്ചിട്ടില്ല. കിട്ടുന്ന കാശൊക്കെ കഞ്ചാവിന് ചിലവാക്കും. ഒക്കെ പറഞ്ഞു. അതുമാത്രം പറഞ്ഞില്ല. കഞ്ചാവ് മാത്രമേ ഉള്ളൂ? എല്ലാമുണ്ട്. ഇല്ലേ അരവിന്ദ് മാഷേ? മാഷ് ചിരിച്ചു. എറണാകുളത്ത് ഏതോ കോളേജിൻ്റെ രജത ജൂബിലി, 7 ദിവസത്തെ ആഘോഷ പരിപാടികൾ, ഒരു ദിവസം സാഹിത്യ സമ്മേളനം, കവികളും കഥാകാരന്മാരും എല്ലാം പങ്കെടുക്കുന്ന മഹാസമ്മേളനമാക്കാനാണ് ഉദ്ദേശ്യം. ദ്രൗപദിയും തീർച്ചയായും പങ്കെടുക്കണം, സംഘാടകർ നിർബന്ധിച്ചു. ദ്രൗപദി ആദ്യം ഒഴിയാൻ നോക്കി. ടീച്ചർ വന്നേ തീരൂ. വരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കൃഷ്ണനുണ്ണി സാറും ശ്രീകുമാർ സാറും പിന്നെ സുകുമാരൻ സാറും എല്ലാവരും വരും. ദേവദത്തൻ സാറിൻ്റെ കാര്യത്തിൽ സംശയമുള്ളൂ. ടൂറിലാണ്. സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഉഗ്രൻ സമ്മേളനമായിരിക്കും. ടീച്ചർ വരാമെന്ന് സമ്മതിക്കണം. അവളുടെ മറുപടിക്ക് കാത്ത് സംഘാടകർ പ്രതീക്ഷയോടെ നിന്നു. അവൾ പറഞ്ഞു, ഞാൻ വരാം. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ ഓർത്തു. ആദ്യം മടിച്ചിട്ട്, പിന്നീട് എന്തുകൊണ്ടാണ് ചെല്ലാമെന്ന് സമ്മതിച്ചത്? വൈകുന്നേരം ടെറസിൽ ചെന്നിരുന്നു. പഞ്ഞിക്കഷ്ണങ്ങൾ പോലെ പാറിപ്പോകുന്ന മേഘങ്ങൾ. ചെറുപ്പത്തിൽ ചെയ്തിരുന്നത് പോലെ അവയിൽ ഓരോരോ രൂപം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കവേ അരികിൽ നേർത്തൊരു വിളി കേട്ടു. ടീച്ചർ. തിരിഞ്ഞു നോക്കി. മഞ്ജുള. അതുവരെ കാണാത്തൊരു മഞ്ജുള. വിടർന്ന പൂവ് പോലെ മുഖം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കരയാൻ ഭാവിക്കുന്ന മുഖവുമായി നടന്നിരുന്ന മഞ്ജുള. എന്താണ് കുട്ടി? മനോജിൻ്റെ കത്ത് വന്നു ടീച്ചർ. അസുഖം കുറവുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടും. എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ദ്രൗപദി പറഞ്ഞു, ഇനി എല്ലാവരുടെയും എതിർപ്പ് മാറും. ഞാൻ പറഞ്ഞില്ലേ? ശരിയാണ് ടീച്ചർ, പറയുന്നതൊക്കെ ശരിയാകും. എനിക്കിപ്പോൾ ഉറപ്പായി. മനോജിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വലിയ വിഷമം. വിരോധമൊക്കെ മാറി. മനോജിൻ്റെ അസുഖം മാറിയാലുടൻ അവർ നാട്ടിൽ വരും, എന്നെ കാണാൻ, അമ്മയെയും അച്ഛനെയും കണ്ടു സമ്മതിപ്പിക്കാൻ. ഇതാ, ഈ കത്തിൽ മനോജൊക്കെ എഴുതിയിട്ടുണ്ട്. മഞ്ജുള ഉത്സാഹത്തോടെ കയ്യിലിരുന്ന കത്ത് ദ്രൗപദിക്ക് നീട്ടി. ദ്രൗപദി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഈ പെൺകുട്ടിയുടെ കാലുകൾ ഇപ്പോൾ ഭൂമിയിലല്ല. ആകാശത്തു നിന്ന് അമ്പിളിമാമനെ കൈക്കലാക്കാൻ കഴിഞ്ഞ പിഞ്ചു കുഞ്ഞിൻ്റെ ആഹ്ലാദവും അഭിമാനവും ആണ് ആ മുഖത്ത്. ടീച്ചർ, ഞാനൊന്ന് അമ്പലത്തിൽ പോകുന്നു. ടീച്ചർ വരുന്നുണ്ടോ? ഇല്ല കുട്ടി, ഇന്ന് തന്നെ പോകണോ? വേണം, ഞാനൊരു വഴിപാട് നടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ നടത്തണം. മഞ്ജുള തനിച്ചെങ്ങനെ പോകും? കൂട്ടിന് ഗൗരിയമ്മ വരാമെന്ന് പറഞ്ഞു. ലീലാമണി ടീച്ചറിനോട് അനുവാദവും വാങ്ങി. പോട്ടെ ടീച്ചർ. മഞ്ജുള ഓടിപ്പോയി. അവൾ ഓടിയപ്പോൾ കാലിലണിഞ്ഞ പാദസരങ്ങളിൽ നിന്ന് മധുരമായ ശബ്ദം കേട്ടു. സ്നേഹം. അതെത്ര ആഹ്ലാദകരമായ വികാരമാണ്. അതിൻ്റെ പാരമ്യത്തിൽ ആരും സ്വയം മറക്കുന്നു. ദ്രൗപദി ലൈബ്രറിയിൽ ഒരു പുസ്തകം തിരയുകയായിരുന്നു. വയസ്സനായ ലൈബ്രറിയൻ കുറേ നേരം അവളോടൊപ്പം തിരയാൻ നിന്നു. ക്ഷീണിച്ച് തിരിച്ചുപോയി സീറ്റിലിരുന്നു. അടുത്ത 2 പീരീഡുകൾ ക്ലാസ് ഇല്ലാത്തതിനാൽ സാവകാശമായി നോക്കാം എന്ന് കരുതി ദ്രൗപദി അലമാരികൾ തോറും പരതി നടന്നു. ടീച്ചർ. തൊട്ടരികിൽ നിന്ന് വിളിക്കേട്ട് അമ്പരന്ന് അവൾ നോക്കി. ഓർമ്മയിൽ ഒരു നിമിഷം തിരയേണ്ടി വന്നു. പെട്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴേക്കും വീണ്ടും കേട്ടു. ഞാൻ വിജയമോഹൻ. എന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. നമ്മൾ ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ ആകെ. സാർ ഇവിടെ? എനിക്കിങ്ങോട്ട് സ്ഥലം മാറ്റമായി. അവൾ അച്ഛൻ്റെ കത്തിലെ വരികൾ ഓർമ്മിച്ചു. വിജയമോഹൻ അങ്ങോട്ട് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. കുറേ കാലമായി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുകയാണ്, വിജയമോഹൻ്റെ പറഞ്ഞു. അവൾ വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. ടീച്ചർ ഈ ആഴ്ച ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ. വിജയമോഹൻ വീണ്ടും പറഞ്ഞു. പറ്റിയില്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എഴുത്തായിരിക്കും. വിജയമോഹൻ ചിരിച്ചു. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. പോകാത്തത് അച്ഛന് ശരിയായൊരു മറുപടി നൽകാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് ദ്രൗപദി പറഞ്ഞില്ല. ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നു. മാത്യു സാറാണ് പറഞ്ഞത് ടീച്ചർ ഇവിടെയുണ്ടെന്ന്. സംസാരിക്കാൻ വിഷയം തീർന്നതുപോലെ രണ്ടാളും നിന്നു. എന്താണ് ഇനി സംസാരിക്കുക? എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുക? വിജയമോഹൻ എന്തൊക്കെയോ ഇനിയും പറയാനോ ചോദിക്കാനോ ഉണ്ടെന്ന് തോന്നി. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല, ചോദിച്ചില്ല. ലീലാമണി ടീച്ചറും ലതികയും കൂടി അപ്പോൾ വന്നത് രക്ഷയായി എന്ന് ദ്രൗപദിക്ക് തോന്നി. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആളായല്ലോ. ലീലാമണി ടീച്ചർ ചോദിച്ചു. എപ്പോൾ എത്തി? ഇന്ന് കുറച്ച് മുമ്പ്, വിജയമോഹൻ പറഞ്ഞു. അയാൾ ചോദിച്ചു. ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ? നന്നായി ഓർമ്മിക്കുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികളെ അപൂർവമായി മറക്കാറുള്ളൂ. പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് മറന്നുപോകുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ദ്രൗപദിയെ ചൂണ്ടിയാണ് വിജയമോഹൻ പറഞ്ഞത്. എന്നെ കണ്ടിട്ട് ഉടനെയൊന്നും ഓർത്തില്ല. ശരിയാണ്, ദ്രൗപദി സമ്മതിച്ചു. ഞാൻ ഇന്നലെ കണ്ട ആളിനെ പോലും ചിലപ്പോൾ മറന്നു പോകും. വല്ലാത്ത മറവിയാണ് എനിക്ക്. താൻ എങ്ങനെ ഓർക്കും? തലയ്ക്കുള്ളിൽ മുഴുവൻ കഥാപാത്രങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ. പാവപ്പെട്ട ഞങ്ങളെ എങ്ങനെ ഓർക്കും? ടീച്ചർ ഉറക്കെ ചിരിച്ചു. എല്ലാവരും. ടീച്ചർ തുടർന്നു. അപ്പോൾ ആൾ സ്ഥലത്തെത്തി. ഇനി വച്ച് താമസിപ്പിക്കാതെ നടത്താമല്ലോ. എന്താ വിജയമോഹൻ? വിജയമോഹൻ മറുപടി പറഞ്ഞില്ല. ദ്രൗപദിയെ നോക്കുക മാത്രം ചെയ്തു. എന്താ ദ്രൗപദി?
ഇനിയും പിടിതരാതിരുന്നാൽ ഞങ്ങൾ വിടില്ല, ലീലാമ്മ ടീച്ചർ പറഞ്ഞു. ടീച്ചർ പ്ലീസ്, നമുക്ക് പിന്നീട് സംസാരിക്കാം, ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെ. ദ്രൗപദി സംസാരിക്കാൻ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ ലീലാമ്മ ടീച്ചർ നിർത്തി. വന്നിട്ട് ആരെയും കണ്ടില്ല, ഞാനും പോട്ടെ ടീച്ചർ, പിന്നീട് കാണാം എന്ന് പറഞ്ഞ് വിജയമോഹൻ പെട്ടെന്ന് പോയി കളഞ്ഞു. താൻ തിരക്കി വന്ന പുസ്തകം കിട്ടിയോ ദ്രൗപദി? ലീലാമ്മ ടീച്ചർ ചോദിച്ചു. ഇല്ല, ദ്രൗപദി തണുത്ത മട്ടിൽ മറുപടി പറഞ്ഞു. എടോ, തനിക്ക് എന്താണ് പറ്റിയത്? ഇത്ര നല്ലൊരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്നു, താനാണെങ്കിൽ ഒരുമാതിരി. എന്താണ് കാര്യം? ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ തന്നെ മനസ്സിൽ? എങ്കിൽ പിന്നെ ഏയ്, ഈ നിമിഷം വരെയില്ല. എന്നാൽ പിന്നെ തിരക്ക് കൂട്ടാതിരിക്കും ടീച്ചർ, തിരക്ക് പിടിച്ച് എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ലതിക അത്ഭുതത്തോടെ ദ്രൗപദിയുടെ വാക്കുകൾ കേട്ടു നിന്നു. വിജയമോഹനെ പോലൊരു ചെറുപ്പക്കാരനെ ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ? സുന്ദരൻ, സമ്പന്നൻ, എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ്. സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ മാത്യു സാർ ചോദിച്ചു, വിജയമോഹനെ കണ്ടോ? കണ്ടു. അയാളെ ഞാനാണ് അങ്ങോട്ട് അയച്ചത്. പറഞ്ഞു. എന്നിട്ട് അടുത്തെങ്ങാനും ഒരു ഓണ് കിട്ടുമോ? കാത്തിരുന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. ദ്രൗപദി ചിരിച്ചതേയുള്ളൂ. അപ്പോൾ ഗോപകുമാർ പറഞ്ഞു, ടീച്ചറൊന്നും പറയില്ല, ടീച്ചറിൻ്റെ കഥകളെ പോലെ അവസാനം വരെ പിടി തരില്ല അല്ലേ ടീച്ചർ? ദ്രൗപദി അതിന് മറുപടി പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം ദ്രൗപദിക്ക് ക്ലാസ്സില്ല. പ്രിൻസിപ്പളിൻ്റെ അനുവാദം വാങ്ങി ഹോസ്റ്റലിലേക്ക് പോയി. വല്ലാതെ തലവേദനിക്കുന്നു, മുറിയിലെത്തി കുറച്ച് കിടക്കണം, എന്നാലേ ഇത് മാറുകയുള്ളൂ. ഹോസ്റ്റലിലെത്തി മുറി തുറന്നപ്പോഴേക്കും തലവേദന കഠിനമായി. കുറേ കാലമായി ഈ തലവേദന ഒപ്പം കൂടിയിട്ട്. മാനസിക സംഘർഷം പെരുകുമ്പോൾ തലവേദന എവിടെ നിന്നോ ഓടിയെത്തുന്നു. ഡോക്ടർമാർ പറയുന്നത് ഈ തലവേദനയ്ക്ക് കൃത്യമായി ഒരു മരുന്നില്ല എന്നാണ്. മെൻ്റൽ ടെൻഷൻ ഉണ്ടാകാതിരുന്നാൽ തലവേദനയും ഉണ്ടാകില്ലത്രേ. എങ്ങനെ മെൻ്റൽ ടെൻഷൻ ഉണ്ടാകാതിരിക്കും? അവൾക്ക് ദേഷ്യം തോന്നി. എല്ലാവരും കൂടി തൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ എല്ലാവർക്കും എന്തൊരു താല്പര്യമാണ്. ഒരു നിമിഷം സ്വയം തരില്ല. വിവാഹം ഒരു വ്യക്തിയുടെ സ്വന്തം പ്രശ്നമല്ലേ? അത് സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൂടെ? ഒരാളെ കൂടി പെട്ടെന്ന് വിവാഹം ചെയ്യിപ്പിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാണ്? വീട്ടുകാരുടെ വേവലാതി മനസ്സിലാക്കാം, നാട്ടുകാരുടേതോ? എല്ലാവർക്കും ഒരേ ചോദ്യം, എന്താണ് വിവാഹം കഴിക്കാത്തത്? ഒരാളെ കൂടി വിവാഹം കഴിപ്പിച്ച് കുറേയേറെ സന്താനങ്ങളെ ജനിപ്പിച്ച് രാജ്യത്തിൻ്റെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനോ? മനസ്സില്ല. ദ്രൗപദിക്കിപ്പോൾ മനസ്സില്ല വിവാഹം കഴിക്കാൻ. സ്വയം അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാനും ആശ്വസിക്കാനും ശ്രമിച്ചെങ്കിലും ദ്രൗപദിയോട് ആരോ ചോദിക്കുന്നത് പോലെ, നീ പറയുന്നതൊക്കെ ശരിയാണോ ദ്രൗപദി? നുണയല്ലേ നീ പറയുന്നത്? വിജയമോഹന് പകരം നീ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ സ്ഥാനത്ത് കയറി നിന്നാലോ? അപ്പോഴും വേണ്ടെന്ന് പറയുമോ? അറിയില്ല. ദ്രൗപദി അങ്ങനെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അത് നുണ. ആലോചിച്ച് നോക്കൂ, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഒടിയൻ്റെ മുന്നിൽ മായം തിരിയരുത് കുട്ടി. തലവേദന തീരെ കുറയുന്നില്ല. വല്ലാതെ ദാഹിക്കുകയും ചെയ്യുന്നു. തൊണ്ട വരളുന്നത് പോലെ. ഇവിടെ ചായ കിട്ടണമെങ്കിൽ 4:30 മണി കഴിയണം. അടുക്കളയിൽ ചെന്ന് ഗൗരിയമ്മയെ കണ്ടുകളയാം. അടുക്കളയിൽ ചെല്ലുമ്പോൾ ഗൗരിയമ്മ കലിത്തുള്ളി നിൽക്കുന്നു. കയ്യിലിരിക്കുന്ന ചട്ടുകം കുലുക്കിക്കൊണ്ടാണ് സംസാരം. ശരിക്ക് ഭദ്രകാളിയുടെ മട്ടുണ്ട്. ദാഹിക്കുന്നുവെന്ന് പറയാൻ തോന്നിയില്ല. അവൾ പറഞ്ഞില്ല. ഗൗരിയമ്മയുടെ മകൻ ശിവരാമൻ. അവന് ഹോസ്റ്റലിലെ വാച്ചർ ഉദ്യോഗമുണ്ട്. അവൻ അമ്മയുടെ മുന്നിൽ അശേഷം കൂസലില്ലാതെ യുദ്ധത്തിന് തയ്യാറായി നിൽപ്പുണ്ട്. പ്രശ്നം ഗുരുതരമാണെന്ന് തോന്നി. ദ്രൗപദി തിരിഞ്ഞു നടന്നു. അപ്പോൾ ഗൗരിയമ്മ വിളിച്ചു, ടീച്ചറെ, അവിടെ നിന്ന് നിൽക്കണേ ടീച്ചറെ. ഞാൻ പറയുന്നതെന്ന് കേട്ടിട്ട് അതിൻ്റെ ന്യായം പറഞ്ഞിട്ട് ടീച്ചർ പോയിക്കോളൂ. ദ്രൗപദി തിരിഞ്ഞു നിന്നു. അതിപ്പോൾ എന്തിനാ ടീച്ചറിനോട് പറയുന്നത്? ആരോട് പറയണ്ട, ശിവരാമൻ എതിർത്തു. പറയുമടാ, പറയും. അവരൊക്കെ വിവരമുള്ളവരാ, പഠിപ്പുള്ളവരാ, പിള്ളേർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്നവരാ. നന്മയും തിന്മയും ടീച്ചറിനറിയാം. ഗൗരിയമ്മ തിരിഞ്ഞു ദ്രൗപദിയോടായി പറഞ്ഞു, ഇവനെൻ്റെ ഒറ്റ മോനാ. തന്ത ചത്തേ പിന്നെ എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഇവനെ ഞാൻ വളർത്തിയത്. കോളേജുകാരുടെ കാല് പിടിച്ച് ഇവിടെ ഒരു പണിയും ഒപ്പിച്ചു. ഇവനും കല്യാണപ്രായമായില്ലേ? അതാണ് പ്രശ്നം, കല്യാണം. ശിവരാമൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കും. തന്നെപ്പോലെ എല്ലാവരുടെയും പ്രശ്നം ഒരുപോലെ. ദ്രൗപദിക്കുള്ളിൽ ചിരി വന്നു. കേട്ടോ ടീച്ചറെ, ഇവന് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചു. സുന്ദരി, സ്വന്തമായൊരു വീട്, 2 മുറി അടുക്കളയും, 20 സെൻറ്റ് ഭൂമി, നിറയെ തെങ്ങ്, 15 പവൻ്റെ ആഭരണം, പിന്നെ പോക്കറ്റ് മണി. ഇതൊക്കെ തരും. അപ്പോൾ ഇവൻ പറയുക അവൻ ആ പെണ്ണിനെ വേണ്ടെന്ന്. അവൻ വേറൊരുത്തിയെ സ്നേഹിച്ചെന്ന്. കെട്ടുന്നെങ്കിൽ അവളെ മാത്രമേ അവൻ കെട്ടുവെന്ന്. ടീച്ചർ പറ, ഇതിൻ്റെ ന്യായം പറ. ദ്രൗപദി വിഷമത്തിലായി. എന്താണ് പറയുക? ഗൗരിയമ്മേ, ജീവിക്കേണ്ടത് ശിവരാമനല്ലേ? അവന് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ അവനോട് ജീവിക്കാൻ പറയുന്നത് തെറ്റല്ലേ? അത് ശരി, അപ്പോൾ ടീച്ചർ അവൻ്റെ പക്ഷത്തല്ലേ? ടീച്ചർ കഥയിൽ എഴുതി വയ്ക്കുന്നത് ഇങ്ങനെയാവും. ഗൗരിയമ്മ പറഞ്ഞപ്പോൾ ദ്രൗപദി ചിരിച്ചു. ഗൗരിയമ്മേ, വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇഷ്ടമുള്ളയാളിനോടൊത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും. മനസ്സിനിണങ്ങിയ ഇഷ്ടപ്പെട്ടയാളെ വേണം വിവാഹം കഴിച്ചു ചെയ്യാൻ. പത്നിയാണെങ്കിലും പണമില്ലെങ്കിലും ആ ജീവിതം സ്വർഗമായിരിക്കും. ആരും ആരെയും ഇഷ്ടമില്ലാത്ത ഒന്നിനെ നിർബന്ധിക്കരുത്. വല്ലാത്തൊരു നടുക്കം അനുഭവപ്പെട്ടു. മനസ്സിൻ്റെ വാതിലുകൾ ആരോ മലർക്കി തുറക്കുന്നുവോ? എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ! ഗൗരിയമ്മയോട് അന്ന് എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പറഞ്ഞു കൂട്ടിയത്.
മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്താൽ ജീവിതം സ്വർഗമാകുമെന്ന് ഗൗരിയമ്മയ്ക്ക് ഉപദേശം നൽകിയ ദ്രൗപദിക്ക് കാൻറ്റീനിലേക്ക് നടക്കവേ ലീലാവൺ ടീച്ചർ പറഞ്ഞു, ദ്രൗപദിക്ക് ഒരു കാര്യം കേൾക്കണോ? എന്താണ് ടീച്ചർ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ. ദ്രൗപദി ഓർക്കാൻ ശ്രമിച്ചു. വിജയമോഹൻ്റെ കാര്യം. ആളുകൾ നോക്കിയിരിക്കുകയാണെന്ന്. ഓ അതോ? അങ്ങനെ നിസ്സാരമായി കാണണ്ട. സംഗതി ഗൗരവമാണ്. താൻ പോന്നില്ലേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ്? അന്ന് നമ്മുടെ സുധാദേവി വിജയമോഹനെ കാണാൻ ചെന്നിരുന്നു. വൈകുന്നേരം കാറിൽ ഒപ്പം കൂട്ടിക്കൊണ്ട് പോയത്രേ വീട്ടിലേക്ക്. അതിനെന്താ? പുതിയൊരാൾ വന്നാൽ അതിഥി സൽക്കാര പ്രിയരായവർ അങ്ങനെ ചെയ്യും. ഇത് വെറും അതിഥി സൽക്കാരമല്ല കുട്ടി. സുധാദേവി എന്നോട് കാര്യം പറഞ്ഞെന്നേ. സുധയുടെ മൂത്ത മകളുണ്ടല്ലോ ബിന്ദുകല, BA തോറ്റു നിൽക്കുന്ന പെൺകുട്ടി. ഒരുപാട് ആലോചനകൾ, ഒന്നും നടക്കുന്നില്ല. എല്ലാവർക്കും ഉദ്യോഗക്കാരിയെ വേണം. സുധയാണെങ്കിൽ കാറും വാങ്ങിച്ച് ആഭരണങ്ങളും പണിയിച്ച് തയ്യാറായിരിക്കുകയാണ് താനും. അപ്പോഴാണ് വിജയൻ്റെ വരവ്. എന്നിട്ട് എന്തായി? നടക്കുമോ? അറിയില്ല. നടക്കട്ടെ. പാവം സുധാദേവി ടീച്ചർ. ദ്രൗപദിയുടെ നിസ്സംഗഭാവം കണ്ടിട്ട് ലീലാവണി ടീച്ചറിന് അത്ഭുതം. താനെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യം പറയൂ, തൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ? ഇല്ല ടീച്ചർ. ഇല്ലേ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ദ്രൗപദി ചിരിച്ചുപോയി. ആരുമില്ല. വെള്ള കടലാസ് പോലെ ശൂന്യം. പിന്നെ നിസ്സംഗത. സന്യസിക്കാൻ ഭാവമുണ്ടോ? വിവാഹം കഴിക്കാത്തവരൊക്കെ സന്യസിക്കണമെന്നുണ്ടോ? കാൻറ്റീനിലെത്തിയിരുന്നു. ശങ്കരൻ നായർ ചിരിച്ചു. ടീച്ചറിൻ്റെ കഥ എഴുതുമ്പോൾ ശങ്കരൻ നായരുടെ കഥ കൂടെ ഒന്ന് എഴുതണേ ടീച്ചറെ. അങ്ങനെ സൗജന്യമായി കഥ എഴുതില്ല ശങ്കരൻ നായരെ. ടീച്ചറിന് ചായ, ഉഴുന്നുവട, പഴം ഒക്കെ കൊടുക്കണം, കാശ് മേടിക്കാതെ. അല്ലേ ദ്രൗപദി? ലീലാവൺ ടീച്ചർ കളിയാക്കി. അതിനെന്താ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ശങ്കരൻ നായരുടെ കഥ എഴുതാൻ ഒരു കൊതി. ദ്രൗപദി അത് കേട്ട് ചിരിച്ചു. ശങ്കരൻ നായരുടെ ചായക്കടയിൽ നിറയെ ആളുണ്ടായിരുന്നു. മെലിഞ്ഞുണങ്ങിയ ശങ്കരൻ നായരെ പോലെ ശുഷ്കിച്ച ഒരു ചായക്കട. 2 ഡെസ്കുകൾ. അവിടെ പരുക്കു പറ്റിയ ഒരു കണ്ണാടി അലമാരി. അതിനുള്ളിൽ ഉഴുന്നുവട, പരിപ്പുവട, ബോളി തുടങ്ങിയ പലഹാരങ്ങൾ. ശങ്കരൻ നായരും കടയും വലിഞ്ഞതാണെങ്കിലും നല്ല കച്ചവടമാണ്. ദോശ, ഇഡ്ഡലി, പുട്ട് തുടങ്ങിയ പലഹാരങ്ങൾ, നേന്ത്രപ്പഴം, മുട്ട തുടങ്ങിയ സ്പെഷ്യലുകൾ. സമീപ പ്രദേശത്തെങ്ങും ചായക്കട എന്ന പേരിൽ മറ്റൊരു സ്ഥാപനമില്ലാത്തതിനാൽ ഇവിടെ എപ്പോഴും നല്ല കച്ചവടവും തിരക്കുമാണെന്ന് ലീലാമണി ടീച്ചർ പറഞ്ഞു തോർത്തു. ഇനി ഈ കടയൊന്നും നന്നാക്കിക്കൂടെ എന്നൊരിക്കൽ ചോദിച്ചപ്പോൾ ശങ്കരൻ നായർ പറഞ്ഞത്രേ, പെൺമക്കൾ 5 ടീച്ചറെ. ഓരോന്നിനായി ഇറക്കി വിട്ടിട്ടേ ആദ്യം, പിന്നെ കട നന്നാക്കാമെന്ന്. ഈ ചായക്കട നടത്തി ശങ്കരൻ നായർ 4 പെൺമക്കളെയും മാന്യമായി തന്നെ ഇറക്കി വിട്ടു. അരവിന്ദ മാഷ് ഉള്ളിലെ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. വേറെ 4-5 പേർ കൂടിയുണ്ട്, അധ്യാപകർ. അവരാരൊക്കെയെന്ന് ശരിക്കറിയില്ല ദ്രൗപദിക്ക്. മുഖപരിചയമുണ്ടെന്ന് മാത്രം. അവരിൽ ആരോ പറഞ്ഞു, ടീച്ചറിൻ്റെ നോവൽ കലക്കുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ ചിരിച്ചു. ഏതു നോവൽ? ഏതു വാരിക? ചോദ്യവും ഉത്തരവും, പിന്നെ നോവലിനെ പറ്റി ചർച്ച. അരോചകമായി തോന്നി ദ്രൗപദിക്ക്. ചായ കിട്ടിയെങ്കിൽ പോകാമായിരുന്നു. ടീച്ചറിൻ്റെ പുതിയ കഥാസമാഹാരം ഞാൻ വായിച്ചു കേട്ടോ. അതിലെ എല്ലാ കഥകളും എനിക്കിഷ്ടമായി. ദ്രൗപദി നന്ദിപൂർവ്വം ചിരിച്ചു. പറഞ്ഞയാളിനറിയില്ല, പൊളിറ്റിക്സോ മറ്റോ ആണ് വിഷയമെന്ന് തോന്നുന്നു. ജനശബ്ദത്തിലും ഒരു നോവൽ വരുന്നുണ്ടല്ലോ ഇല്ലേ? എപ്പോഴാണ് ഇതൊക്കെ എഴുതുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് പരിചയമുള്ള മറ്റൊരു ശബ്ദം കേട്ടത്. ശബ്ദം കൊണ്ട് തന്നെ ആൾ ആരാണെന്നും മനസ്സിലായി. എടോ, അതിപ്പോൾ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചവർ എഴുതിയാലും പത്രക്കാരിടും. എഴുതുന്നത് പെണ്ണ് കൂടിയാണെങ്കിൽ പിന്നെ പറയാനില്ല. ഈ ഞാനെത്ര എഴുതുന്നു? ഏതെങ്കിലും പത്രം ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? എന്താ കാരണം? നിലവാരം മോശമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ആണായിപ്പോയി. ഞാൻ ആരുടെയും കാലി പിടിക്കാത്തവനായിപ്പോയി. ഞാൻ തറവാട്ടിൽ പിറന്നവനായിപ്പോയി. അത് തന്നെ കാരണം. ഗംഗാധരക്കുറുപ്പ് ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദ്രൗപദിയോടായി പറഞ്ഞു, പിന്നെ സത്യം പറയാമല്ലോ ടീച്ചറെ, എനിക്ക് മുൻപൊക്കെ നിങ്ങളുടെ കഥ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ തീരെ പിടിക്കുന്നില്ല. നിങ്ങളുടെ കഥയാണെന്ന് കണ്ട ഞാനിപ്പോൾ വായിക്കാറുമില്ല. വായിക്കാതെ വായിച്ചൊന്ന് നുണ പറയാൻ എനിക്ക് പറ്റില്ല. അതാ തുറന്നു പറഞ്ഞത്. ദ്രൗപദി അത്ഭുതപ്പെട്ടു. ഇതെന്തു മനുഷ്യൻ! കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതോ മാസങ്ങൾക്ക് മുമ്പോ തൻ്റെ കഥകളെ ഇയാളല്ലേ പുകഴ്ത്തി പറഞ്ഞത്? ശങ്കരൻ നായർ ചായ കൊണ്ടുവന്ന് വച്ചു. ദ്രൗപദിയും ലീലാമണി ടീച്ചറും ചായ കുടിച്ച് എഴുന്നേറ്റപ്പോൾ ഗംഗാധരക്കുറുപ്പ് ചോദിച്ചു, ടീച്ചർ പിണങ്ങിപ്പോകുക? ഉള്ള കാര്യം ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വിരോധമാണ്. എന്നാലും സത്യം ഞാൻ പറയും. ടീച്ചർ പിണങ്ങണ്ട. ടീച്ചർ ഇപ്പോൾ എഴുതുന്ന കഥയൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല. തിരികെ നടക്കുമ്പോൾ ദ്രൗപദി ചോദിച്ചു, അയാളോട് ഒരു അപരാധവും ചെയ്തില്ലല്ലോ? ലീലാമണി ടീച്ചർ ചിരിച്ചു. പാവം, കുറേ നാളായി പേനയൊന്തുന്നു, ഒരു ഫലവുമില്ല. അത് തന്നെ. ആരും അയാൾ അറിയുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതിലുള്ള വിഷമം, ആ വിഷമത്തിൽ നിന്നുണ്ടായ അസൂയ. അയാൾ പറയുന്നത് ആരും വകവയ്ക്കുന്നില്ല. കഞ്ചാവ് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ തോന്നിയതൊക്കെ പറയും. സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മാത്യു സാറും ഗോപകുമാറും അരവിന്ദ മാഷും ലതികയും. ഗോപകുമാർ പറഞ്ഞു, ദ്രൗപദി ടീച്ചറിനെ തീരെ സഹിക്കുന്നില്ലല്ലോ ഗംഗാധരക്കുറുപ്പിന്. ദ്രൗപദി മിണ്ടിയില്ല. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. മനുഷ്യനൊരു സംസ്കാരം വേണ്ടേ, വിശേഷിച്ചും ഒരു കോളേജ് അധ്യാപകനാകുമ്പോൾ. പോട്ടെ ഗോപകുമാറെ, ഗംഗാധരക്കുറുപ്പ് പറയുന്നത് ആരെങ്കിലും വകവയ്ക്കുമോ?
വട്ടുകയറി ഓരോന്ന് പറയുന്നു. അയാളാകെ നിരാശനാണെന്നേ. ഇതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഇത്ര കാലം എഴുതി, ആരും അതൊന്നും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ആരും അംഗീകരിക്കുന്നില്ല. വലിയ തറവാടി കുടുംബത്തിൽ പണ്ട് ആനയുണ്ടായിരുന്നു. ജനങ്ങൾ ഇക്കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ ആർക്കായാലും ദുഃഖം വരും. അരവിന്ദ മാഷ് പറയുന്നത് കേട്ട് ദ്രൗപദിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്ത ദാഹം. ചായ കുടിച്ചപ്പോൾ ദാഹം വർദ്ധിച്ചു. അവൾ മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന മൺകലത്തിൽ നിന്ന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു തിരിയുമ്പോൾ കണ്ടു ഗോപകുമാറിൻ്റെ അരികിലിരുന്ന് സംസാരിക്കുന്ന വിജയമോഹൻ. ഈ കൂടിക്കാഴ്ച എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിച്ച് സീറ്റിനരികിലേക്ക് നടക്കവേ വിജയമോഹൻ അടുത്തെത്തി. ഗംഗാധരക്കുറുപ്പ് വല്ലാതെ ഇൻസൾട്ട് ചെയ്തെന്ന് കേട്ടോ. ഗോപകുമാർ അക്കാര്യം പറയുകയായിരുന്നു. ഏയ് സാരമില്ല. അങ്ങനെയല്ല, മിണ്ടാതിരുന്നാൽ വർദ്ധിക്കുകയുള്ളൂ. ടീച്ചറൊന്നോ പ്രിൻസിപ്പാളിനോടോ മറ്റോ. അതിൻ്റെ ഒന്നും കാര്യമില്ല. അയാൾ എൻ്റെ കഥ ഇഷ്ടമല്ലെന്നേ പറഞ്ഞുള്ളൂ. അയാളുടെ അഭിപ്രായം അതാവും. അയാൾ പറയട്ടെ. ശരി, ടീച്ചറിൻ്റെ ഇഷ്ടം. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എൻ്റെ അമ്മയ്ക്കും മഞ്ജുത്തിക്കും ടീച്ചറിനെ കാണണമെന്നും പരിചയപ്പെടണമെന്നും വലിയ മോഹം. അവർ കഥകളൊക്കെ വായിക്കും. ടീച്ചറിൻ്റെ വലിയ ആരാധികമാരാണ്. അതിനെന്താ, ഞാനൊരു ദിവസം വരാം വീട്ടിലേക്ക് അമ്മയെ കാണാൻ. അത് ബുദ്ധിമുട്ടാവില്ലേ? അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഹോസ്റ്റലിലേക്ക്. വേണ്ട സാർ, ലീലാമ്മ ടീച്ചറും ഞാനും കൂടി ഒരു ദിവസം വരാം. എന്ത് പറയുന്നു ടീച്ചർ? തീർച്ചയായും. കോഴിയെയോ അണ്ണയോ ഒക്കെ കൊന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ, ലീലാമ്മ ടീച്ചർ പറഞ്ഞു. ആവട്ടെ ടീച്ചർ. വിജയമോഹൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ലീലാമ്മ ടീച്ചർ പറഞ്ഞു, പാവം വിജയൻ, അയാൾക്ക് തന്നോട് ആരാധനയാണ്. താനാണെങ്കിലോട്ട് പ്രസാദിക്കുന്നുമില്ല. ടീച്ചർ, സത്യം പറയാം, ദ്രൗപദി പറയാൻ തുടങ്ങി. വിവാഹത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ചില സങ്കല്പങ്ങൾ ഉണ്ട്. വിജയമോഹൻ സാറിന് കാണും ചില സങ്കല്പങ്ങൾ. വീടും വീട്ടുകാര്യങ്ങളും നോക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു വീട്ടമ്മ, ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിയുന്ന ഒരു ഭാര്യ. വിജയമോഹൻ സാറിന് അങ്ങനെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വീട്ടമ്മയാകാൻ കഴിയുന്ന പെൺകുട്ടി. സാറിൻ്റെ സങ്കല്പം അതാവാനേ വഴിയുള്ളൂ. എനിക്ക് അങ്ങനെ കഴിയാൻ പറ്റില്ല. വിവാഹത്തിന് മുൻപ് കാട്ടുന്ന ഈ സ്നേഹവും ആരാധനയും ഒക്കെ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ ഉരസലായി മാറിക്കൂടരുതെന്നുണ്ടോ? സമൂഹവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എനിക്ക് വീടിനുള്ളിൽ അടച്ചിരിക്കാൻ കഴിയാതെ വന്നാൽ അഭിപ്രായ വ്യത്യാസമാകും. പലയിടത്തും വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇന്ന് കാട്ടുന്ന സ്നേഹം നാളെ ഭാര്യയായി കഴിഞ്ഞാലും കാണുമോ എന്നെനിക്കറിയില്ല. ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാൾ. വിജയമോഹൻ സാർ എൻ്റെ സങ്കല്പത്തിലുള്ള അത്തരം ഒരാളെയല്ല. ലീലാമ്മ ടീച്ചർ മൂക്കിൽ വിരൽ വെച്ചിരുന്നു പോയി. ആട്ടെ, സങ്കല്പത്തിലുള്ള വല്ലവരെയും കണ്ടു കിട്ടിയോ? ഇതുവരെയില്ല. അഥവാ കിട്ടിയില്ലെങ്കിൽ അവിവാഹിതയായി കഴിയും. അങ്ങനെ കഴിഞ്ഞുകൂടെ? കഴിയാം, തീർച്ചയായും കഴിയാം. കോളേജിൻ്റെ ജൂബിലി ആഘോഷങ്ങളെ അനുബന്ധിച്ചുള്ള മീറ്റിംഗ്, സാഹിത്യ സമ്മേളനം ദ്രൗപദി മറന്നു പോയിരുന്നു. ക്ലാസ്സിൽ ശാകുന്തള പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്യൂൺ വന്ന് പറഞ്ഞത് മീറ്റിങ്ങിനെ വിളിക്കാൻ ആളെത്തിയിരിക്കുന്ന വിവരം. ബെല്ലടിക്കാറായിരുന്നു. പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പോയി അനുവാദം വാങ്ങി. അവൾ കോളേജിൻ്റെ പോർട്ടിക്കോവിൽ കിടക്കുന്ന കാറിനരികിലേക്ക് നടന്നു. എതിരെ വരുന്ന ജയമോഹനെ കണ്ട് ഒരു നിമിഷം നിന്നു. അയാൾ ചോദിച്ചു, ടീച്ചർ എവിടെ പോകുന്നു? എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പോകുന്നു സാർ. കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരിക്കുന്ന ദേവദത്തൻ. ടൂറിലായിരിക്കും എന്ന് പറഞ്ഞയാൾ വന്നെത്തിയോ? അറിയാതെ മനസ്സിലൊരു കുതിപ്പ്. ഇതേവരെ തോന്നാത്തൊരു സന്തോഷം. അവൾ കൈകൂപ്പി. അവൾ മുൻവശത്ത് കയറി. മുൻസീറ്റിൽ അവളും ഡ്രൈവറും, പിറകിൽ ദേവദത്തൻ, കൃഷ്ണനുണ്ണി, കവി സുരേന്ദ്രനാഥൻ, സുകുമാരനും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ശ്രീകുമാറും ഇല്ലേ? കാർ പുറപ്പെട്ടപ്പോൾ ദേവദത്തൻ ചോദിച്ചു, നിങ്ങളുടെ കോളേജിൽ സമരമൊന്നുമില്ലേ? ഗംഭീരമായി പഠിത്തം നടക്കുന്നതെന്ന് തോന്നുന്നല്ലോ. ഇവിടെ പൊതുവേ സമരം കുറവാണ്. കേരളത്തിലൊരു കോളേജിലും ഇപ്പോൾ ക്ലാസ്സില്ല. എല്ലായിടത്തും അടഞ്ഞു കിടപ്പാണ്. ദ്രൗപദി ടീച്ചറിനെ പോലുള്ളവർ ഉള്ളതുകൊണ്ടാവും ഇവിടെ സമരമില്ലാത്തത്, അല്ലേ സുരേന്ദ്രൻ? അതെ, സുരേന്ദ്രനാഥൻ ചിരിച്ചു. ടീച്ചറിനോട് അല്പം മുമ്പ് സംസാരിച്ച ആ പാർട്ടി ആരാണ്? വിജയമോഹൻ, ഇംഗ്ലീഷ് അധ്യാപകനാണ്. പുള്ളിക്കെന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നി. എന്ത് വിഷമം? ദ്രൗപദി ചിരിച്ചു. അതറിയാനല്ലേ ഞാൻ ടീച്ചറിനോട് ചോദിച്ചത്. എന്തോ ഒരു വൈകാരികമായ അടുപ്പം അയാൾക്ക് ടീച്ചറിനോടുള്ളതുപോലെ. ഭാവം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. തോന്നലാവാം. അവൾ മറുപടി പറഞ്ഞില്ല. വല്ലാത്ത കണ്ണുകൾ തന്നെ എന്ന് വിചാരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ സത്യം ചൂഴ്ന്നെടുത്ത് കളഞ്ഞല്ലോ. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ ദേവദത്തനും ദ്രൗപദിയും മാത്രം. മറ്റുള്ളവരൊക്കെ ഓരോരോ വഴി പോയി. കാറിൽ ആദ്യം കയറിയത് ദേവദത്തൻ. പിൻസീറ്റിൽ അരികിലേക്ക് മാറിയിരുന്ന് അയാൾ ചോദിച്ചു, ഇവിടെ കയറിക്കൂടെ? ഒരാൾക്ക് കൂടി സുഖമായിരിക്കാം. അത് കേട്ട് ദ്രൗപദി ചിരിച്ചു. അവൾ പിറകിൽ തന്നെ കയറി. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ദ്രൗപദിയോട് വല്ലതും സംസാരിച്ചിരിക്കാമല്ലോ. ഞാനിങ്ങനെ ദ്രൗപദി എന്ന് വിളിക്കുന്നതിൽ വിരോധമുണ്ടോ? എനിക്കിഷ്ടം പേര് വിളിക്കുന്നത് തന്നെയാണ്, അവൾ പറഞ്ഞു. എനിക്കും സാർ, ടീച്ചർ എന്നിങ്ങനെയുള്ള ഔപചാരികമായ വിളി കേൾക്കുമ്പോൾ അടുപ്പം കുറവുള്ളതുപോലെ. അറിയാതൊരു അകലം, ശരിയല്ലേ?
ദേവദത്തൻ പറയാൻ തുടങ്ങി. കേൾക്കാൻ രസകരമായ സംസാരം, എത്ര കേട്ടാലും ബോറടിക്കാത്ത സംസാരം. ദ്രൗപദിയുടെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. എന്തിനാണ് ഒരുപാട് കിടന്ന് പ്രസംഗിക്കുന്നത്? എന്നെപ്പോലെ ആർക്ക് കേൾക്കണം ഈ പ്രസംഗം? പ്രസംഗം കൊണ്ട് ആരും നന്നാകാൻ പോകുന്നില്ല, ഉറപ്പ്. നമ്മളിനി പ്രസംഗം നിർത്തണം. എന്തു പറയുന്നു? ദ്രൗപദിക്ക് ചിരി സഹിക്കാൻ വല്ലാതായി. ഓടി നടന്ന് എല്ലാ മീറ്റിങ്ങുകളിലും പ്രസംഗിക്കുന്ന ആളാണ് ഈ പറയുന്നത്. ഒരു കാലത്ത് പ്രസംഗിക്കാതെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ദിവസം ഒരു പ്രസംഗം നിർബന്ധമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര കാലവും ഞാൻ വലിയൊരു അപരാധം ചെയ്യുകയായിരുന്നു. ഇന്ന് ദ്രൗപദി കണ്ടില്ലേ, എത്ര പേരായിരുന്നു പ്രസംഗകർ? 10-12 പേർ. നമ്മുടെ വധം മുഴുവൻ സഹിക്കേണ്ടത് പൊതുജനം. അവരിനി നമുക്കെതിരെ തിരിയും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്, നമ്മൾ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ജനം പൊറുതിമുട്ടി നമ്മളെ ഓടിച്ചിട്ട് തല്ലാൻ തുടങ്ങും. അത് സംഭവിക്കുന്നതിന് മുമ്പ് സമ്മേളനം നടത്തിയവർ ദേവദത്തിനെ നന്നായി സൽക്കരിച്ചിട്ടുണ്ടെന്ന് ദ്രൗപദിക്ക് തോന്നി. അതിൻ്റെ ഫലം കൂടിയാണ് ഈ സംസാരം. ദേവദത്തിനെക്കുറിച്ച് പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അധികം മദ്യപിക്കില്ല, കുപ്പിയുടെ കോർക്ക് പൊട്ടിച്ചാൽ മതി, ആൾ പിന്നെ ഫിറ്റാകും. നിയന്ത്രണമില്ലാതെ സംസാരം തുടങ്ങും, നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും. ദ്രൗപദിക്ക് തെല്ലും ഭയം തോന്നിയില്ല. ആ സംസാരം കേൾക്കാൻ താല്പര്യം തോന്നി. ഞാൻ ദ്രൗപദിയെക്കുറിച്ച് പ്രസംഗിച്ചത് ദ്രൗപദി ശ്രദ്ധിച്ചോ? ഉവ്വ്, അതൊക്കെയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് തന്നെയാണ്. എന്നെപ്പറ്റി എല്ലാവരും പറയുന്നത് എന്താണെന്നോ? എനിക്ക് ഭയങ്കര തലക്കനമാണെന്ന്, ഞാൻ ആരെയും അംഗീകരിക്കില്ലെന്ന്. ശരിയാണ്, എന്നെ വെല്ലാൻ കഴിവുള്ള ഒരു എഴുത്തുകാരനും ഇപ്പോൾ നിലവിലില്ല. അല്ലെങ്കിൽ ഒന്ന് മത്സരിച്ച് നോക്കട്ടെ. പക്ഷേ ദ്രൗപദി, റിയലി യു ആർ ഗിഫ്റ്റഡ്. ദൈവാനുഗ്രഹം ശരിക്കും തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത് ഞാനൊന്നും ഇനി ഒന്നുമല്ലെന്ന്. ദ്രൗപദിയുടെ കഥകൾ മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാണെന്ന്. ദേവദത്തൻ പ്രസംഗം മുഴുവൻ ആവർത്തിക്കാൻ തുടങ്ങി. ദ്രൗപദിക്ക് താൻ വായുവിൽ പറന്ന് നടക്കുകയാണെന്ന് തോന്നി. അവൾക്ക് ലോകം മുഴുവൻ കേൾക്കെ വിളിച്ച് പറയണമെന്ന് തോന്നി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രശസ്തനായ മലയാള സാഹിത്യത്തിലെ കരുത്തനായ ദേവദത്തൻ പാവപ്പെട്ട ദ്രൗപദിയെ പറ്റി പറയുന്ന വാക്കുകൾ. ഹോസ്റ്റലിൽ തിരിച്ചെത്തി രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ ദേവദത്തൻ പറഞ്ഞതൊക്കെ വീണ്ടും ഓർമ്മിച്ചു. ദ്രൗപദിക്ക് ദ്രൗപദിയോട് തന്നെ സ്നേഹം തോന്നിയ നിമിഷങ്ങളായിരുന്നു അവ. 2 ദിവസം കഴിഞ്ഞ് കോളേജിലേക്ക് പുറപ്പെടുമ്പോഴാണ് കുട്ടികൾ വന്നു പറഞ്ഞത്, 2 പേർ കാണാൻ വന്നിരിക്കുന്നു. മീറ്റിംഗുകാരാണോ? എങ്കിൽ ഒഴിയാനുള്ള വാചകങ്ങൾ തേടിക്കൊണ്ട് പുറത്തു ചെന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ്, സ്വതന്ത്ര പബ്ലിക്കേഷൻസിൻ്റെ പ്രവർത്തകർ. ദേവദത്തൻ സാറാണ് ഞങ്ങളെ ഇവിടേക്ക് അയച്ചത്. സാറൊരു കത്ത് തന്നിട്ടുണ്ട്, അവരിലൊരാൾ പറഞ്ഞു. പ്രിയ ദ്രൗപദി, ഈ വരുന്നവർ പ്രീ പബ്ലിക്കേഷൻ വ്യവസ്ഥയിൽ പുസ്തകം അച്ചടിച്ച് വിറ്റഴിക്കുന്നവരാണ്. എന്നോട് നോവൽ ചോദിച്ചു. എനിക്ക് തീരെ സമയമില്ല. ദ്രൗപദിയുടെ പുസ്തകം അവർക്ക് വേണമെന്ന വലിയ ആഗ്രഹം. നല്ല പ്രതിഫലം തരും, റൊക്കമായി ഉടൻ തരും. പ്രസിദ്ധീകരിച്ചതായാലും മതി, കൊടുക്കുക, പണം വാങ്ങുക. പണം ആവശ്യമില്ലെന്ന് തോന്നുന്നെങ്കിൽ ആവശ്യമുള്ളവർക്ക് വാങ്ങിത്തരിക. നിർത്തട്ടെ. സ്നേഹത്തോടെ ദേവദത്തൻ. കത്ത് വായിച്ച് ചിരിച്ചുപോയി. സംസാരിക്കുന്ന കത്ത്. എഗ്രിമെൻ്റ് എഴുതി ചെക്ക് ഏൽപ്പിച്ച് സ്വതന്ത്ര പബ്ലിക്കേഷൻസിൻ്റെ പ്രവർത്തകർ പോയി. ലീലാമണി ടീച്ചർ ചോദിച്ചു, മീറ്റിംഗ് ആണോ? അല്ല, നോവൽ വാങ്ങാൻ വന്നതാണ്. കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും ടീച്ചർ ബഹളം കൂട്ടി. 10,000 രൂപയുടെ ചെക്ക് കിട്ടിയിട്ട് ഇന്ന് വെറുതെ വിടില്ല. കോളേജിലെത്തട്ടെ. ശങ്കരൻ നായരുടെ കടയിൽ നിന്ന് എല്ലാവർക്കും വയറു നിറയെ കാപ്പി, ഏത്തയ്ക്കാപ്പൊരി, ഉഴുന്നുവട. ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 50 രൂപ പോലും ആയില്ല കാപ്പി സൽക്കാരത്തിന്. ഇച്ഛാഭംഗത്തോടെ ഗോപകുമാർ പറഞ്ഞു. അയാൾ കൂട്ടിച്ചേർത്തു, ടീച്ചറിന് ഇനിയും ഇതുപോലെ കാപ്പി സൽക്കാരം നടത്താൻ ഇടയുണ്ടാവട്ടെ. പക്ഷേ ഇനി ശങ്കരൻ നായരുടെ ചായക്കടയിൽ നിന്ന് വേണ്ട. എല്ലാവരും ചിരിച്ചു. കാപ്പി കുടിക്കാൻ വിജയമോഹനും ഉണ്ടായിരുന്നു. ഗംഗാധരക്കുറുപ്പിനെ കൂടി വിളിക്കാമായിരുന്നു, ലതിക പറഞ്ഞു. അയ്യോ വേണ്ട, അസൂയ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾ മരിച്ചു പോകും, ഗോപകുമാർ ഉടൻ പറഞ്ഞു. കാപ്പിക്കുടി കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ വിജയമോഹൻ ദ്രൗപദിയോടെ പറഞ്ഞു, എനിക്കൊരു സഹായം ചെയ്യണം ടീച്ചർ. എന്ത് സഹായം? എൻ്റെ അമ്മാവനൊരു സ്കൂളുണ്ട്, എൻ്റെ വീടിനടുത്താണ്. സ്കൂൾ വാർഷികമാണ് അടുത്ത ആഴ്ച. ടീച്ചറെ വിളിക്കണമെന്ന് സ്കൂളിൽ എല്ലാവർക്കും ആഗ്രഹം. ടീച്ചറിനോട് ഞാൻ പറയാമെന്ന് ഏറ്റുപോയി. വിജയമോഹൻ്റെ മുഖത്തെ ഭാവവും സംസാരവും ഒക്കെ കൂടി കണ്ടു ദ്രൗപദിക്ക് ചിരി വന്നു. എത്ര സാധുവാണ് ഈ മനുഷ്യനെന്ന് വിചാരിച്ചു. അതിനെന്താ, ഞാൻ വരാം, അവൾ പറഞ്ഞു. ക്ഷണിക്കാൻ അവിടെ നിന്ന് ആൾ വരും. ഞാൻ നേരത്തെ പറയുകയായിരുന്നു. സ്കൂളിൽ വരുമ്പോൾ വീട്ടിലും കയറാം. അമ്മ കാത്തിരിക്കുകയാണ് കാണാൻ. ദ്രൗപദി ചിരിച്ചു. പിന്നീട് വിജയമോഹൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ലീലാമണി ടീച്ചർ പറഞ്ഞു, മീറ്റിങ്ങിൻ്റെ കെയർ ഓഫിൽ തന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകണമെന്നുണ്ട് വിജയന്. അല്ലാതെ താൻ പോയില്ലല്ലോ ഇതുവരെ. അത് സമയം കിട്ടാഞ്ഞിട്ടല്ലേ? ടീച്ചറിനും എനിക്കും കൂടി ഒന്നിച്ച് പോകാൻ പറ്റുന്ന ഒരു സമയം കിട്ടണ്ടേ? എന്തായാലും മീറ്റിങ്ങിന് പോകുമ്പോൾ ടീച്ചർ വരണം. അന്ന് വർക്കിംഗ് ഡേ ആണ്, വൈകുന്നേരമാണ്. വരാനൊരു അസൗകര്യവുമില്ല. ശരി, സമ്മതിച്ചു. അവധി ദിവസങ്ങളിൽ ലീലാമണി ടീച്ചറിന് വീട്ടിൽ പോകണം. മീറ്റിംഗ് വർക്കിംഗ് ഡേയിലായത് സൗകര്യമായി. കഥ തുടരും.